ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് കണ്ടവരാണ് നിങ്ങൾ എങ്കിലും നിങ്ങൾ അതിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് SCERT SLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെറ്റുകൾ ഇറക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിലെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എയുടെ ഡിസ്കഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അധികം സംസാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. യെസ് ഗൈസ്, നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ ആദ്യം ഇംഗ്ലീഷ് വായിക്കും, അതിനുശേഷമായിരിക്കും മലയാളം വായിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഇംഗ്ലീഷ് വായിക്കാം. അസേർഷൻ എ ഗ്യാസ് ഹാവിംഗ് എ വോളിയം ഓഫ് 44 ലിറ്റർ അറ്റ് 1 atm പ്രഷർ വിൽ കംപ്രസ് ടു 11 ലിറ്റേഴ്സ് അറ്റ് 4 atm പ്രഷർ. പ്രസ്താവന എ, ഒരു ATM മർദ്ദത്തിൽ 44 ലിറ്റർ വ്യാപ്തം ഉള്ള വാതകം 4 ATM മർദ്ദത്തിൽ 11 ലിറ്റർ ആയി ചുരുങ്ങും. റീസൺ ആർ, according to Boyle's law, P1V1 is equal to P2V2. കാരണം ആർ, ബോയിൽ നിയമപ്രകാരം P1V1 സമം P2V2. നമ്മൾ വാതക നിയമവും മോൾ സങ്കല്പനവും ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിൽ 3 ലോകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് ബോയിൽസ് ലോ, 2 ചാൾസ് ലോ, മൂന്നാമത്തേത് അവഗാഡ്രോ ലോ. അതിൽ ബോയിൽസ് ലോ നമ്മളെ പഠിപ്പിച്ചിരുന്നത് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. എന്നാൽ ചാൾസ് ലോ പറഞ്ഞു തന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ അവഗാഡ്രോ ലോ പറഞ്ഞു തന്നിരുന്നത് നമ്പർ ഓഫ് മോൾസും വോളിയവും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. അതിൽ നമുക്ക് ആദ്യം പറഞ്ഞു തന്ന നിയമം എന്ന് പറയുന്നത് ബോയിൽ നിയമമായിരുന്നു. ഇവിടെ ആദ്യം അസേർഷൻ എ, പ്രസ്താവന എയെ പരിശോധിക്കാം. ഇതിൽ വോളിയത്തെക്കുറിച്ച്, വ്യാപ്തത്തെക്കുറിച്ചും അതുപോലെ തന്നെ മർദ്ദത്തെക്കുറിച്ചും പ്രഷറിനെ കുറിച്ചുമാണ് ക്വസ്റ്റ്യൻ സംസാരിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇവർ പറയുന്നത് ബോയിൽ നിയമത്തെ കുറിച്ചായിരുന്നു. ബോയിൽ നിയമം നമ്മളോട് എന്ത് പറഞ്ഞിരുന്നു? ബോയിൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വോളിയം ഓഫ് എ ഗ്യാസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. ഒരു വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീതാനുപാതത്തിലായിരിക്കും എന്നാണ് ബോയിൽ നിയമം നമ്മളോട് പറഞ്ഞിരുന്നത്. അതിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, V1 P1 is equal to V2 P2. നമുക്ക് ക്വസ്റ്റ്യനിലെ അസേർഷൻ എ, പ്രസ്താവന എയിൽ തന്നിരിക്കുന്ന ഡാറ്റകളെ 44 ലിറ്റർ എന്ന് പറയുന്നത് വോളിയമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ V1 എന്ന് വിളിക്കുന്നു. ഒരു ATM പ്രഷർ മർദ്ദത്തിനെ ഞാൻ P1 എന്ന് വിളിക്കുന്നു. ഇനി അടുത്തതായിട്ട് തന്നത് കംപ്രസ് ടു, അതായത് ചുരുങ്ങിയിട്ട് എന്താവുന്നത് 11 ലിറ്റർ ആയി മാറുന്നുണ്ട്, അതിനെ ഞാൻ V2 എന്ന് വിളിക്കും. 4 ATM മർദ്ദത്തെ പ്രഷറിനെ ഞാൻ P2 എന്നും വിളിക്കും. ഈ വാല്യൂകളെ ഈ ഇക്വേഷനിൽ ഞാൻ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലഭിക്കും 44 ഗുണം 1 സമം 11 ഗുണം 4, 44 സമം 44. അപ്പോൾ ഇവിടെ അസേർഷൻ എ പറയുന്നത് ശരിയാണ്, പ്രസ്താവന എ പറയുന്നത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി റീസൺ ആർ പരിശോധിക്കാം. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ P1V1 is equal to P2V2. ബോയിൽ നിയമപ്രകാരം P1V1 സമം P2V2. കാരണം ആറും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി, റീസൺ ശരിയാണ്. ഇനി ക്വസ്റ്റ്യൻ പരിശോധിക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. അതിൽ എ ഓപ്ഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എ ആർ എന്നിവ ശരിയാണ്, ആർ ആണ് എയുടെ ശരിയായ വിശദീകരണം. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എയും ആറും ശരിയാണ്, കൂടാതെ ആർ എന്ന് പറയുന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി ഓപ്ഷൻസിനെ ഒന്നും പരിശോധിക്കേണ്ടതില്ല. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കും. Some statements are given below regarding the element with atomic number 24. ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ 24 ആണ്. ഈ മൂലകത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. തന്നിരിക്കുന്ന പ്രസ്താവനകളെ നമുക്ക് പരിശോധിക്കാം. സ്റ്റേറ്റ്മെന്റ് 1, ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് ഈസ്. ഈ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 3d4 4s2 എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റോമിക് നമ്പർ 24 ഉള്ള 24 ഉള്ള മൂലകം ക്രോമിയമാണ്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് ഞാൻ 18 വരെ ലാഭിക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ AR എന്നിടുന്നു, ആർഗൺ 18, അതിനുശേഷം 4s 3d. നമ്മൾ പഠിച്ചിട്ടുണ്ട് 3Dയിൽ എപ്പോഴും
5 ഇലക്ട്രോണുകളോ 10 ഇലക്ട്രോണുകളോ, അതായത് പാതി നിറയുകയോ മുഴുവൻ നിറയുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി സബ് ഷെല്ലിന് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, 3Dയിൽ പാതി നിറയും. 4s നിന്നും ഒരു ഇലക്ട്രോണിനെ കടമെടുത്ത് 3D 5 ആയിട്ട് മാറും, 4s 1 ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഈ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 1 പ്രസ്താവന 1 ശരിയാണോ? അല്ല. നമ്മൾ കെമിസ്ട്രിയിൽ 3ാം പാഠം പഠിച്ച കുട്ടികൾ പറയും സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാ സാറേ, തെറ്റാ. സ്റ്റേറ്റ്മെന്റ് 2 പരിശോധിക്കും, പ്രസ്താവന 2. ദ ലാസ്റ്റ് ഇലക്ട്രോൺസ് എൻറ്റേഴ്സ് ടു ദ ഡി സബ് ഷെൽ. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഡി സബ് ഷെല്ലിലാണ്. നമുക്കറിയാം 24 ക്രോമിയം ഉള്ളത് ഒരു ഡി ബ്ലോക്ക് മൂലകമാണ്, കാരണം അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് ഡി ബ്ലോക്കിലാണ്. അപ്പോൾ നമ്മൾ പറയും സ്റ്റേറ്റ്മെന്റ് 2 ശരിയാ, പ്രസ്താവന 2 ശരിയാ. ഇനി മൂന്നാമത്തെ പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് 3 പരിശോധിക്കും. The L value of subshell where the last electron enter is 1. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലിന്റെ എൽ വില 1 ആണ്. എൽ എന്ന് പറയുന്നത് അസിമത്തൽ ക്വാണ്ടം നമ്പറാ. അസിമത്തൽ ക്വാണ്ടം നമ്പറിനെ ആയിരുന്നു നമ്മൾ എൽ കൊണ്ട് ഡിനോട്ട് ചെയ്തിരുന്നത്. അവയെ നമ്മൾ 0, 1, 2, 3 എന്നിങ്ങനെ നമ്പർ ഇട്ട് വിളിച്ചിരുന്നു. 0 കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് എസ് സബ്ഷെല്ല, 1 പി സബ്ഷെല്ല, 2 ഡി സബ്ഷെല്ല, 3 എഫ് സബ്ഷെല്ല. പ്രസ്താവന പറഞ്ഞത് എൽ വാല്യൂ 1 ആണെന്നാ. നമുക്കറിയാം അവസാനത്തെ ഇലക്ട്രോൺ നിറയുന്നത് ഡിയിലാണ്. ഡിയുടെ എൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് എന്നറിയുന്ന കെമിസ്ട്രി 10ാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികൾ പറയും സ്റ്റേറ്റ്മെന്റ് 3 തെറ്റാ, പ്രസ്താവന 3 തെറ്റാണ്. അതോടുകൂടി നമ്മൾ പ്രസ്താവന 4 പരിശോധിക്കും. സ്റ്റേറ്റ്മെന്റ് 4. The subshell containing the outermost electron has 5 orbitals. ബാഹ്യതമ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട്. നമ്മളോട് ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന പറഞ്ഞിരിക്കാൻ സാധ്യത എന്താണെന്നറിയോ? അവസാനമായിട്ട് നിറയുന്ന ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ നിറയുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അതായത് 10 ഇലക്ട്രോണുകൾ കൊള്ളും. നമുക്കറിയാം എസ് സബ്ഷെല്ലിൽ 1 ഓർബിറ്റലേ ഉള്ളൂ. പി സബ്ഷെല്ലിലാണെങ്കിൽ അത് 3 ഓർബിറ്റലാണ്, ഡി സബ്ഷെല്ലിലാണെങ്കിൽ അത് 5 ആണ്, എഫിലാണെങ്കിൽ അത് 7 ആണ്. അപ്പോൾ നമ്മൾ പറയും സ്റ്റേറ്റ്മെന്റ് 4 ശരിയാ, പ്രസ്താവന 4 ശരിയാ. അപ്പോൾ നമുക്ക് കിട്ടി പ്രസ്താവന 1ഉം 3ഉം തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം തെറ്റാ. എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം, പ്രസ്താവന 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓപ്ഷൻസിലേക്ക് പരിശോധിക്കും. ക്വസ്റ്റ്യൻ പറഞ്ഞത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ സ്റ്റേറ്റ്മെന്റ്സ്. ഈ പ്രസ്താവനകളെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ തിരയുമ്പോൾ നമുക്ക് ലഭിക്കും ഓപ്ഷൻ ഡി എന്ന് പറയുന്നതാണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആയിരിക്കും ശരി ഉത്തരം എന്ന് പറയുന്നത് എന്ന് നമ്മൾ അറിയുമ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അസിഡിക് സാൾട്ട്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ അസിഡിക് ലവണം ഏത്? നമ്മൾ അസിഡിക് ലവണങ്ങളെ കുറിച്ച് പഠിച്ചത് 7ാമത്തെ പാഠത്തിൽ ആയിരുന്നു. അവിടെ നമ്മൾ സാൾട്ട് ഹൈഡ്രോളിസിസ്, ലവണത്തിന്റെ ഹൈഡ്രോളിസിസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ലവണങ്ങൾ ഹൈഡ്രോളിസിസിന് വിധേയമായിട്ട് ആസിഡിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് എങ്കിൽ നമ്മൾ അവയെ വിളിച്ചിരുന്നത് അസിഡിക് സാൾട്ട് എന്നാണ്. എന്നാൽ ബേസിന്റെ സ്വഭാവമാണ് കാണിച്ചിരുന്നത് എങ്കിൽ നമ്മൾ അവരെ വിളിച്ചിരുന്നത് ബേസിക് സാൾട്ട് എന്നാണ്. ഇനി രണ്ടിന്റെയും സ്വഭാവം കാണിക്കുന്നില്ലെങ്കിൽ അവരെ നമ്മൾ വിളിച്ചിരുന്നത് ന്യൂട്രൽ സാൾട്ട് എന്നാണ്. അതിൽ നിന്നും നമുക്കറിയാം ന്യൂട്രൽ സാൾട്ടിന് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ് കൂടാതെ K2SO4 എന്ന് പറയുന്നത്. ബേസിക് സാൾട്ടുകൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് Na2CO3 കൂടാതെ സോഡിയം സാൾട്ട് ഓഫ് അസറ്റേറ്റ് അല്ലെങ്കിൽ സോഡിയം അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരാളെ കൂടെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചു അസിഡിക് സാൾട്ടുകൾക്ക് ഉദാഹരണം, അസിഡിക് സാൾട്ടിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു അമോണിയം ക്ലോറൈഡ്, അതുപോലെ തന്നെ അമോണിയം സൾഫേറ്റ് എന്നിങ്ങനെ 2 എക്സാമ്പിളുകളെ നമ്മൾ പഠിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതിൽ നിന്നും നമ്മൾ പറയും അസിഡിക് സാൾട്ട് ഏതായിരിക്കും? ഓപ്ഷൻ സി അസിഡിക് സാൾട്ട് ആയിരിക്കും. NaCl ന്യൂട്രൽ സാൾട്ട്, Na2CO3
ബേസിക് സാൾട്ട്, K2SO4 ന്യൂട്രൽ സാൾട്ട് എന്നറിയുമ്പോൾ C ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കും. മാച്ച് ദ ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. എ കോളം ബി കോളം നൽകിയിരിക്കുന്നു. എ കോളം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർ, അയിരിന്റെ പ്രത്യേകത. ബി കോളം മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ, സാന്ദ്രീകരണ രീതി. നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് 4 സാന്ദ്രീകരണ രീതി ആയിരുന്നു. അതിൽ ഒന്ന് ലെവിഗേഷൻ ആയിരുന്നു, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ് എന്നിങ്ങനെ 4 രീതികളെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ എ കോളം നമുക്ക് ആദ്യം പരിശോധിക്കാം. എ കോളത്തിൽ എക്സ് ആയി നൽകിയിരിക്കുന്നു. ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ ദാൻ ഇംപ്യൂരിറ്റീസ്. അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കൂടുതലാണ്. അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കൂടുതലാകുമ്പോൾ ഓർ പാർട്ടിക്കിളുകൾ ഇംപ്യൂരിറ്റികളെക്കാൾ ഹെവി ആകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെ നമ്മൾ പറഞ്ഞിരുന്നത് ലെവിഗേഷൻ എന്നായിരുന്നു. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്നായിരുന്നു. അപ്പോൾ ഞാൻ പറയും എക്സിന്റെ കറക്റ്റ് ആൻസർ ആർ എന്നിട്ട് വൈ പരിശോധിക്കും. ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇംപ്യൂരിറ്റീസ്. അയിരിന് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കുറവാണ്. അങ്ങനെയുണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പേരായിരുന്നു ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, പ്ലവന പ്രക്രിയ എന്ന് മലയാളികൾ പറയും. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയും ബി കോളത്തിലെ പി ആയിരിക്കും അവൻ വൈ എന്ന് പറയുന്നത്. ഓപ്ഷൻ പി ആയിരിക്കും. ഇനി Z പരിശോധിക്കും. മാഗ്നറ്റിക് നേച്ചർ ഓഫ് ഓർ, അയിരിന്റെ കാന്തിക സ്വഭാവം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പേര് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്നായിരുന്നു. മലയാളികൾ അതിനെ വിളിച്ചിരുന്നത് കാന്തിക വിഭജനം എന്നായിരുന്നു. അപ്പോൾ ബി കോളത്തിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഓപ്ഷൻ ക്യൂ. ഇനി ആൻസേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഇവയെല്ലാം മാച്ച് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. ഇതോടുകൂടി 1 മാർക്കിന്റെ 4 ചോദ്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ട് 2 മാർക്കിന്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 2 മാർക്കിന്റെ ഒന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ ഇക്വിലിബ്രിയം ഈസ് ഗിവൺ. സന്തുലിതാവസ്ഥയിലുള്ള ഒരു ഉഭയദിശ പ്രവർത്തനം നൽകിയിരിക്കുന്നു. 2NO + O2 gives NO2 പ്ലസ് താപം, അതായത് ഹീറ്റ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ നൽകിയിരിക്കുന്നത്. താഴെ പറയുന്നു റൈറ്റ് എനി 2 ചേഞ്ചസ് ദാറ്റ് ഷുഡ് ബി മെയ്ഡ് ഇൻ കോൺസെൻട്രേഷൻ ആൻഡ് പ്രഷർ to increase the amount of nitrogen dioxide in the chemical reaction. ഈ രാസപ്രവർത്തനത്തിൽ നൈട്രജൻ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഗാഢതയിലും മർദ്ദത്തിലും വരുത്തേണ്ട മാറ്റത്തിൽ എന്തെങ്കിലും 2 എണ്ണം എഴുതുക. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ലാ ഷാറ്റലിയേഴ്സ് പ്രിൻസിപ്പിൾ എന്ന ഒരു തിയറിയെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് അവതരിപ്പിച്ചത് ലെ ഷാറ്റലിയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തന്നെയായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ലാ ഷാറ്റലിയർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന, സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാസപ്രവർത്തനത്തിൽ അതിന്റെ മർദ്ദം, പ്രഷർ, കോൺസെൻട്രേഷൻ, ഗാഢത, ടെമ്പറേച്ചർ, താപനിലയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ മാറ്റങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റങ്ങൾ, വ്യൂഹങ്ങൾ ശ്രമിക്കും എന്ന് നമ്മളോട് ലെ ഷാറ്റലിയർ തത്വം പറഞ്ഞില്ലായിരുന്നോ? ലെ ഷാറ്റലിയർ തത്വത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞത് കോൺസെൻട്രേഷനിലും പ്രഷറിലും മർദ്ദത്തിലും ഗാഢതയിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്തിന്റെ, നൈട്രജൻ ഡൈ ഓക്സൈഡ് സ്ഥിതി ചെയ്യുന്നത് പ്രോഡക്ട്സിന്റെ, ഉൽപ്പന്നങ്ങളുടെ ഭാഗത്താ. ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാ ഷാറ്റലിയേഴ്സ് തത്വം കൃത്യമായിട്ട് പഠിച്ച ഓരോ കുട്ടിക്കും ഇതിനെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം കോൺസെൻട്രേഷന്റെ, ഗാഢതയുടെ ഇഫക്റ്റിനെ കുറിച്ച് പരിശോധിക്കാം. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സാധനം എന്ന് പറയുന്നത് ഇവിടെ റിയാക്റ്റൻസിന്റെ, അഭികാരകങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടുക. എന്ത് ചെയ്യുക? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഭികാരകങ്ങളുടെ കോൺസെൻട്രേഷൻ കൂട്ടുക. ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അല്ലെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡ് റിയാക്ഷന്റെ അളവ് കൂടുകയും NO2 കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. എന്തായിരുന്നു അത്? അതിനു വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് NO2-നെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക. NO2-നെ സിസ്റ്റത്തിൽ നിന്ന് എടുത്തു കളയുക, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിനെ ഡിക്രീസ് ചെയ്യുക. അതായത് ഉൽപ്പന്നങ്ങളുടെ ഗാഢത കുറയ്ക്കുക. അങ്ങനെയാവുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ, പുരോപ്രവർത്തനം കൂടിയിട്ട്
ഉൽപ്പന്നം കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ, ഗാഢത നമ്മൾ പഠിച്ചു. ഇനി മർദ്ദത്തെ കുറിച്ച് പറയാം. പ്രഷറിന്റെ എഫക്റ്റ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, മർദ്ദം കൂടിക്കഴിഞ്ഞാൽ മോളുകളുടെ എണ്ണം എവിടെയാണോ മോളുകളുടെ എണ്ണം കുറവുള്ളത് ആ ദിശയിലേക്ക് രാസപ്രവർത്തനം ചേഞ്ച് ആവും. ഓക്കെ, ആ ഡയറക്ഷനിലേക്ക് രാസപ്രവർത്തനം ഷിഫ്റ്റ് ചെയ്യും. അതായത് മോളുകൾ കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള ഫ്ലോ കൂടി വരും എന്നാണ് അർത്ഥം. ഇവിടെ ഓരോ സൈഡിലും എത്ര മോളുകൾ വീതം ഉണ്ട് എന്ന് നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ 2 മോള് NO ഉണ്ട്, ഇവിടെ ആയിട്ട് 1 മോള് ഓക്സിജൻ ഉണ്ട്. അതായത് ഇവിടെ മൊത്തം 3 മോൾ ഉണ്ട്. ഇനി ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത്, പ്രോഡക്റ്റിന്റെ ഭാഗത്ത് എത്ര മോൾ NO2 ഉള്ളത്? 2 മോൾ NO2 ഉള്ളത്. 2ഉം 1ഉം കൂട്ടിയാൽ 3 ആണ്. 3 മോളാണോ കൂടുതൽ, 2 ആണോ കൂടുതൽ? 3 ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ മതി. എന്ത് കൂട്ടിയാൽ മതി? പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ടൻസ് പ്രോഡക്ട്സ് ആയി മാറുന്നത് കൂടും, പുരോപ്രവർത്തനം കൂടും, ഫോർവേഡ് റിയാക്ഷൻ കൂടും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പ്രഷർ കൂട്ടിയാലും നമുക്ക് ആൻസർ ലഭിക്കും എന്നറിയുന്നതോട് കൂടിയിട്ട് നമ്മൾ 6ാമത്തെ ചോദ്യം കാണാൻ പോകുന്നു. 6ാമത്തെ ചോദ്യത്തിന് A പാർട്ടും B പാർട്ടും ഉണ്ട്. അതിൽ A പാർട്ട് പറയുന്നു, A propyne molecule is allowed to react with 2 hydrogen molecules. ഒരു പ്രൊപ്പൈൻ തന്മാത്രയെ 2 ഹൈഡ്രജൻ തന്മാത്രകളുമായി പ്രവർത്തിപ്പിക്കുന്നു. പ്രൊപ്പ് അയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവൻ ഒരു ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടാ. എത്ര കാർബണുകൾ ഉണ്ടായിരിക്കും? പ്രൊപ്പ് എന്നാണ് പറഞ്ഞത് എന്നതിനാൽ നമുക്ക് മനസ്സിലാകും 3 ആണ്. പ്രൊപ്പ് 3 കാർബൺ ആയിരിക്കും. പൊസിഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് 1ാമത്തെ പൊസിഷനിൽ തന്നെ ആയിരിക്കും ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതും നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാം. ബാക്കിയുള്ളവരെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമ്മളോട് പറഞ്ഞത് ചോദ്യം എന്താണ്? ഈസ് അലൗഡ് ടു റിയാക്ട്, തന്മാത്രയെ 2 ഹൈഡ്രജൻ തന്മാത്രകളുമായി പ്രവർത്തിപ്പിക്കുന്നു. ഒരു ഹൈഡ്രജൻ തന്മാത്ര എന്ന് പറയുന്നത് H2 ആണ്. H മാത്രമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈഡ്രജൻ ആറ്റം എന്നാണ്. H2 ആണെങ്കിലോ ഹൈഡ്രജൻ തന്മാത്ര. 2 ഹൈഡ്രജൻ തന്മാത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് 2H2. ഈ ഇക്വേഷൻ പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 2 ആ. അതിൽ നിന്നും നമ്മൾ അഡീഷൻ റിയാക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അഡീഷൻ രാസപ്രവർത്തനത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഈ രാസസമവാക്യം ഞാൻ എഴുതുന്നതിന് മുൻപ് A ക്വസ്റ്റ്യൻ പരിശോധിക്കണ്ടേ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. നമ്മൾ എഴുതിയത് തന്നെ ചോദ്യം ചോദിച്ചിരുന്നത്. അപ്പൊ നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻ വായിച്ചു. എനിവേസ് ക്വസ്റ്റ്യൻ വായിക്കേണ്ടത് നിർബന്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരാൻ പോവാണ്. ഇവിടെ 2 ഹൈഡ്രജൻ മോളിക്യൂൾസുമായിട്ടാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നുള്ളത് കൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഉൽപ്പന്നം എന്തായിരിക്കും എന്നറിയോ? പ്രൊപ്പ് എയിൻ ആയിരിക്കും. എന്തായിരിക്കും? പ്രൊപ്പൈൻ ആയിരിക്കും. ഇതെങ്ങനെ എന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മുടെ പ്രൊപ്പൈൻ ഉണ്ടാകുമല്ലോ. ഈ പ്രൊപ്പൈന് എന്ത് ചെയ്യും എന്നറിയോ? ഈ പ്രൊപ്പൈന് ആദ്യം ഒരു ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യും. ഒരു ഹൈഡ്രജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അഡീഷൻ റിയാക്ഷനിൽ പഠിച്ചിട്ടുണ്ട്, അഡീഷൻ രാസപ്രവർത്തനത്തിൽ പഠിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവും, ത്രിബന്ധനം ദ്വിബന്ധനമാവും, ദ്വിബന്ധനം ഏകബന്ധനമാവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഹൈഡ്രജൻ, 2 ഹൈഡ്രജനുകൾ ഉണ്ടല്ലോ, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ട്രിപ്പിൾ ബോണ്ടിനെ പൊട്ടിച്ച് ഡബിൾ ബോണ്ട് ആക്കിയിട്ട് മാറ്റും. എന്താക്കി മാറ്റും? ഡബിൾ ബോണ്ട് ആക്കിയിട്ട് മാറ്റും. അങ്ങനെ ബാക്കിയുള്ളവരുടെ ഹൈഡ്രജൻ ഉണ്ടാവില്ലേ, ഈ 2 ഹൈഡ്രജനുകൾ എന്ത് ചെയ്യുന്ന അറിയോ? ഒരാള് ഒരു കാർബണിന്റെ കൂടെയും മറ്റൊരാള് മറ്റേ കാർബണിന്റെ കൂടെയും കയറും. അങ്ങനെ നമുക്ക് കിട്ടുന്ന സാധനത്തിന്റെ പേരെന്തായിരിക്കും? പ്രൊപ്പീൻ എന്നായിരിക്കും. ഈ പ്രൊപ്പീനിലേക്ക് അടുത്ത ഹൈഡ്രജൻ മോളിക്യൂൾ വരും. ഈ ഹൈഡ്രജൻ മോളിക്യൂൾ വീണ്ടും എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ടിനെ, ദ്വിബന്ധനത്തിനെ പൊട്ടിച്ചിട്ട് ഏകബന്ധനമാക്കിയിട്ട് മാറ്റും. എന്നിട്ട് ഈ ഹൈഡ്രജനുകൾ കാർബണുകൾക്കിടയിൽ കയറി കിടക്കും. അങ്ങനെ എന്തായിട്ട് മാറും? ഒരു ഹൈഡ്രജൻ ഒരാളുടെ കൂടെ പോകും, അപ്പൊ അടുത്ത ഒരാള് CH3 ആവും. നടുവിലുള്ള കാർബണിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ കയറും. അങ്ങനെ CH2 ആയി മാറും. അങ്ങനെയാണ് നമുക്ക് പ്രൊപ്പൈൻ കിട്ടുന്നത് എന്ന് നിങ്ങൾ അറിയുക. B ക്വസ്റ്റ്യൻ പരിശോധിക്കാം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ്. ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്റെ IUPAC നാമം എഴുതുക. നമുക്കറിയാം ഇവന്റെ പേരെന്താണ്? പ്രൊപ്പ് എയിൻ എന്നായിരിക്കും എന്ന് നമ്മൾ അറിയുമ്പോൾ B ക്വസ്റ്റ്യൻ പറയുന്നു, ഈഥൈൻ റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്.
ഈഥെയ്ൻ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ക്ലോറിനുമായി പ്രവർത്തിക്കുന്നു? എ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് റിയാക്ഷൻ? ഈ രാസപ്രവർത്തനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതായിരുന്നു ഈ രാസപ്രവർത്തനം എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ക്വസ്റ്റ്യൻ പറയുന്നത് ഈഥെയ്നെ കുറിച്ചാണ്. ഈഥെയ്ൻ CH3 ആണ് എന്ന് നമുക്കറിയാം. അത് ഒരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട്, ക്ലോറിനുമായിട്ട് എന്തിന്റെ പ്രസൻസിൽ, സൂര്യപ്രകാശത്തിന്റെ പ്രസൻസിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ലഭിക്കുക എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു ക്ലോറിൻ എന്ത് ചെയ്യുക അറിയോ? ഈ 2 ക്ലോറിനിലെ ഒരു ക്ലോറിൻ ഒരു ഹൈഡ്രജനുമായിട്ട് കൂടിയിട്ട് HCl ആയിട്ട് മാറും. ഈ ഹൈഡ്രജൻ നഷ്ടപ്പെട്ട കാർബൺ ഉണ്ടാവുമല്ലോ, അവന്റെ കൂടെ ഒരു ക്ലോറിൻ കൂടി ചേർന്നിട്ട്, ഇപ്പം ഞാൻ എടുക്കുന്നത് രണ്ടാമത്തെ ഈ കാർബണിൽ നിന്നാണ്, ഈ കാർബണിന്റെ അടുത്ത് നിന്നാണ് ഒരു ഹൈഡ്രജൻ പോയതെന്നുണ്ടെങ്കിൽ അവിടേക്ക് ക്ലോറിൻ വന്ന് ചേർന്നിട്ട് CH2Cl ആയിട്ട് മാറും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന്റെ പേര് എന്തായിരിക്കും? ഇവന്റെ പേര് ക്ലോറോ ഈഥെയ്ൻ എന്നായിരിക്കും. എന്താ പേര്? ക്ലോറോ ഈഥെയ്ൻ എന്നായിരിക്കും. ഇങ്ങനെയുള്ള രാസപ്രവർത്തനത്തെ നമ്മൾ ഒരു പേര് വിളിച്ചിരുന്നു. എന്തായിരുന്നു ആ പേര് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ വരികയാണ് ചെയ്തത്. അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങളെ നമ്മൾ വിളിച്ചിരുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താ വിളിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. മലയാളികൾ അവനെ ആദേശ രാസപ്രവർത്തനം എന്ന് വിളിക്കും എന്നറിയുമ്പോൾ എ ക്വസ്റ്റ്യന് ആൻസർ ആയി. എന്താ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. ബി ക്വസ്റ്റ്യൻ പരിശോധിക്കാം. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ്. ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്റെ IUPAC നാമം എഴുതുക. ആദ്യമേ പറഞ്ഞു പോയത് കൊണ്ട് നമ്മൾക്കറിയാം ഇതിന്റെ പേര് എന്ന് പറയുന്നത് ക്ലോറോ ഈഥെയ്ൻ എന്നായിരിക്കും എന്നറിയുക. അതോടുകൂടി നമ്മൾ 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 7ാമത്തെ ചോദ്യം. എ സിങ്ക് റോഡ് ഈസ് കെപ്റ്റ് ഇൻ CuSO4 solution for some time. CuSO4 ലായനിയിൽ ഒരു സിങ്ക് ദണ്ട് അല്പസമയം ഇട്ട് വെക്കുന്നു. എന്താ ചെയ്തത്? ഒരു പാത്രത്തില് കോപ്പർ സൾഫേറ്റിനെ എടുക്കും. ഈ കോപ്പർ സൾഫേറ്റിനെയാണ് നമ്മൾ CuSO4 എന്ന് വിളിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു സിങ്ക് ദണ്ടിനെ ഇറക്കി വെക്കുന്നു. എന്തിനെ ഇറക്കി വെക്കുന്നു? സിങ്ക് ദണ്ടിനെ ഇറക്കി വെക്കുന്നു. എ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. What change is observed on the surface of zinc rod? സിങ്ക് ദണ്ടിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കോപ്പറുകൾ വന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണാം. എന്തൊട്ടിപ്പിടിക്കും? കോപ്പറുകൾ വന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കണം. കോപ്പർ സ്റ്റിക്സ് ഓൺ സിങ്ക് റോഡ് സർഫസ് എന്ന് എന്ത് പറഞ്ഞു കൊടുക്കണം? കോപ്പർ സ്റ്റിക്സ് ഓൺ സിങ്ക് റോഡ് സർഫസ്. സിങ്ക് റോഡ് ദണ്ടിന് ഉപരിതലത്തിൽ കോപ്പർ പറ്റിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ബി ക്വസ്റ്റ്യൻ പരിശോധിക്കാം. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഫേഡിംഗ് ഓഫ് ബ്ലൂ കളർ ഓഫ് CuSO4 സൊല്യൂഷൻ? കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം മങ്ങുന്നതിന് കാരണം എന്ത്? എന്താ കാരണം എന്ന് നിങ്ങൾക്കറിയാമോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, റിയാക്ടിവിറ്റി സീരീസിൽ, ക്രിയാശീല ശ്രേണിയിൽ കോപ്പറിനേക്കാൾ കൂടുതൽ ക്രിയാശീലം റിയാക്ടിവിറ്റി സിങ്കിനുണ്ട്. അതിനാൽ തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. ആദേശ രാസപ്രവർത്തനം. സിങ്ക് പ്ലസ് CuSO4 gives ZnSO4 പ്ലസ് Cu എന്നായിരിക്കും ഇക്വേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ കോപ്പർ അയോണിന്റെ കോൺസെൻട്രേഷൻ, ഗാഢത കുറയുന്നത് കൊണ്ടാണ് when the concentration of copper ion decreases the blue color fades എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താ സംഭവം? കോപ്പർ അയോണുകളുടെ ഗാഢത കുറയുന്നത് കൊണ്ടാണ് നീല നിറത്തിന് മങ്ങലേൽക്കുന്നത് എന്ന് നിങ്ങൾ അറിയുമ്പോൾ 8ാമത്തെ ചോദ്യം നമ്മൾ പരിശോധിക്കും. 8ാമത്തെ ചോദ്യത്തിനും എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എ പാർട്ടിലേക്ക് the relationship between volume and temperature of a fixed mass of gas at constant pressure is illustrated in the graph below.
സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ചുവടെ ഗ്രാഫിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മലയാളം മീഡിയത്തിനുള്ള ഗ്രാഫ് സ്ഥലത്തിന്റെ പരിമിതി കാരണം ഞാൻ മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചേക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഗ്രാഫിലേക്ക് നോക്കുക. ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വോളിയവും ടെമ്പറേച്ചറും, അതായത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. വ്യാപ്തവും വോളിയവും ടെമ്പറേച്ചറും താപനിലയും തമ്മിലുള്ള ബന്ധം പറയുന്ന നിയമത്തിന്റെ പേരെന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചാൾസ് നിയമം എന്നായിരുന്നു. ചാൾസ് നിയമം എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും എന്നാണ് ചാൾസ് നിയമം പറഞ്ഞത്. അതിന്റെ ഗ്രാഫാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ which gas law is this graph related to? ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനസ്സിലായി, ചാൾസ് നിയമം, ചാൾസ് ലോ എന്ന് മനസ്സിലായ നമ്മൾ ബി ക്വസ്റ്റ്യൻ പരിശോധിക്കും. if the volume of a gas is 150 liter at 300 Kelvin, what will be the volume of this gas at 600 Kelvin? 300 കെൽവിനിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം 150 ലിറ്റർ ആണെങ്കിൽ 600 കെൽവിനിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം എത്ര? നമ്മൾ എല്ലാവരും ചാൾസ് നിയമത്തിൽ നിന്നും ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. V1/T1 is equal to V2/T2 എന്നതായിരുന്നു ആ ഇക്വേഷൻ വന്നിരുന്നത്. അതിൽ നിന്നും ഈ 150 ലിറ്ററിനെ ഞാൻ വിളിച്ചു V1, 300 കെൽവിനെ ഞാൻ വിളിച്ചു T1. കെൽവിൻ എന്ന് പറയുന്നത് താപനിലയുടെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ഗ്യാസ്? V2 നമുക്ക് അറിയില്ല കേട്ടോ, V2 അൺനോൺ ആണ്. V2 എന്ന് മാത്രം നമ്മൾ വിളിച്ചാൽ മതി. ഇനി 600 കെൽവിനെ നമ്മൾ വിളിക്കും T2. ഈ വാല്യൂസിനെല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 150 ഡിവൈഡഡ് ബൈ 300 സമം V2 ഡിവൈഡഡ് ബൈ 600 എന്ന് ലഭിക്കും. ഇതിൽ നിന്നും V2 കണ്ടെത്താൻ 600നെ 600നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 600 ഗുണം 150 ബൈ 300 എന്ന് ലഭിക്കും. ഇതിൽ നിന്ന് നമുക്ക് 600നെ 300നെ ക്യാൻസൽ ചെയ്യാം. 2 × 150 സമം 300 ലിറ്റർ എന്ന് ലഭിക്കും. എന്താണ് ആൻസർ വരിക? 300 ലിറ്റർ എന്നായിരിക്കും. 300 ലിറ്റേഴ്സ് എന്നതായിരിക്കും ആൻസർ എന്നറിയുമ്പോൾ 8ലെ ബി ചോദ്യത്തിലേക്ക് 10 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ contains X molecules. Answer the questions related to other gas samples at same temperature and pressure. സ്ഥിര താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന 10 ലിറ്റർ ഓക്സിജനിൽ X തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. ഇതേ താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന മറ്റ് വാതക സാമ്പിളുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ പറഞ്ഞത് 10 ലിറ്റർ ഓക്സിജന് ഒരു ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയ സാഹചര്യത്തിൽ X മോളിക്യൂളുകളാ ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് അവോഗാഡ്രോ നിയമത്തിന്റെ ആപ്ലിക്കേഷൻ ആണ്. അവോഗാഡ്രോസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. അവോഗാഡ്രോ നിയമത്തിൽ നിന്ന് എ ക്വസ്റ്റ്യൻ പരിശോധിക്കും. ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ 5 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ അണ്ടർ സെയിം കണ്ടീഷൻ? 5 ലിറ്റർ ഹൈഡ്രജനിലെ തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? അവോഗാഡ്രോ ലോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സെയിം ടെമ്പറേച്ചറും പ്രഷറും ആകുമ്പോൾ, ഒരേ താപനിലയും മർദ്ദവും ആകുമ്പോൾ ഏതൊരു വാതകം എടുത്താലും, ഏതൊരു വാതകം തുല്യ അളവിൽ എടുത്തു കഴിഞ്ഞാലും അതിലുള്ള മോളിക്യൂളുകളുടെ എണ്ണം തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇതേ താപനിലയിലും മർദ്ദത്തിലും ടെമ്പറേച്ചറിലും പ്രഷറിലും 5 ലിറ്റർ ഹൈഡ്രജൻ ആകുമ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും എന്നാണ്. 10 ലിറ്റർ ആയപ്പോൾ X മോളിക്യൂൾസാ. അപ്പൊ 5 ആവുമ്പോൾ എത്രയായിരിക്കും? 10ന്റെ പകുതിയാണ് 5 എന്ന് മനസ്സിലാക്കിയ മാത്തമാറ്റിക്കലി ഇന്റലിജന്റ് ആയിട്ടുള്ള നമ്മൾ എല്ലാവരും പറയും Xന്റെ പകുതി ആയിരിക്കും. X/2 മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായിരിക്കും ഉണ്ടാവുക? X/2 മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മൾ ബി ക്വസ്റ്റ്യൻ പരിശോധിക്കും. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 3x കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളുടെ വ്യാപ്തം എത്ര?
അതായത് മോളിക്യൂളുകൾ എത്രണ്ണായി 3x ആയി മാറി. x ആയപ്പോൾ 10 ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 3x ആവുമ്പോൾ എത്രയായിരിക്കും? 10 ഗുണം 3 അതായത് 30 ലിറ്റർ ആയിരിക്കും എന്ന് മാത്തമാറ്റിക്കലി ഇന്റലിജന്റ് ആയിട്ടുള്ള നമ്മളെല്ലാവരും പറഞ്ഞു കൊടുക്കും. അതോടുകൂടി നമ്മൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കും. അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ അയോണീകരണ എൻതാൽപ്പി പി ബ്ലോക്കിലെ മൂലകങ്ങളെക്കാൾ കുറവാണ്. എ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. വാട്ട് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി? അയോണീകരണ എൻതാൽപ്പി എന്നാൽ എന്ത്? ആദ്യം എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നൊരു ഐഡിയ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില്, ബാഹ്യതമ ഷെല്ലില് ഏറ്റവും ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള, അതായത് വീക്കായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടാവുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ. ഈ ഇലക്ട്രോണിനെ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ, ആറ്റത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എനർജി ചെലവാകും. അതിനാവശ്യമായിട്ടുള്ള മിനിമം എനർജീനെ, ഏറ്റവും കുറഞ്ഞ ഊർജത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണീകരണ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അതിന് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ from the outermost shell of an isolated gaseous atom of the element. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊർജമാണ് അയോണീകരണ എൻതാൽപ്പി. ഒന്നുകൂടെ പറയാം: ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഈസ് കോൾഡ് അയോണൈസേഷൻ എൻതാൽപ്പി. വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായ കുറഞ്ഞ ഊർജമാണ് അയോണീകരണ എൻതാൽപ്പി എന്നറിയുമ്പോൾ നമ്മൾ ബി ക്വസ്റ്റ്യൻ പരിശോധിക്കും. വിച്ച് എലമെന്റ് ഇൻ സെക്കൻഡ് പീരിയഡ് ഹാസ് ഹയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി? ഒരു പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് അയോണൈസേഷൻ എൻതാൽപ്പിക്ക് മാറ്റം വരുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്ട് പീരിയോഡിക് ടേബിളിന്റെ മാതൃക ഇങ്ങനെയായിരിക്കും. ഇതിൽ നിന്നും നമുക്ക് അറിയാം, ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു, മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു. ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് തന്നെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതിനാൽ തന്നെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ പീരിയഡിലുള്ള മൂലകങ്ങളാണ് ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നിങ്ങനെ. ഇതിൽ നമ്മൾ നിയോണിനെ തൽക്കാലം കൺസിഡർ ചെയ്യുന്നില്ല. ഈ രണ്ടാമത്തെ പീരിയഡിൽ ഏറ്റവും അവസാനത്തത് എഫ്, ഇവനായിരിക്കും ഏറ്റവും ചെറിയ മൂലകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് ഹൈ അയോണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും, ഉയർന്ന അയോണീകരണ എൻതാൽപ്പി ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ ബി ക്വസ്റ്റ്യന്റെ ആൻസർ ഫ്ലൂറിൻ എന്നായിരിക്കും. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 9 ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുമ്പോൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 10ാമത്തെ ചോദ്യം: ഇൻകംപ്ലീറ്റ് ഇക്വേഷൻസ് റിലേറ്റഡ് ടു കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് ഓർസ് ആർ ഗിവൺ. സിങ്കിന്റെ 2 അയിരുകളുടെ സാന്ദ്രണവുമായി ബന്ധപ്പെട്ട അപൂർണ സമവാക്യങ്ങളാണ് തന്നിരിക്കുന്നത്. സിങ്കിന്റെ അയിരുകൾ ഏതായിരുന്നു? ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന പാഠം നമ്പർ 6 മെറ്റൽസ്, ലോഹങ്ങൾ ആയിരുന്നു. സിങ്കിന്റെ 2 ഓറുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആളാണ് സിങ്ക് ബ്ലെൻഡ്, രണ്ടാമത്തെ ആളാണ് കലാമൈൻ. അതിൽ ആദ്യം നൽകിയ 2 ഇക്വേഷൻസിനെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ZnCO3 അതിനെയാണ് നമ്മൾ കലാമൈൻ എന്ന് വിളിച്ചിരുന്നത്. പ്ലസ് ഹീറ്റ്, താപം നൽകുന്നത് എന്ത്? X+CO2. രണ്ടാമതായി നൽകിയിരിക്കുന്ന ഇക്വേഷൻ പരിശോധിക്കാം. ZnS നെയാണ് നമ്മൾ സിങ്ക് ബ്ലെൻഡ് എന്ന് വിളിച്ചിരുന്നത്.
പ്ലസ് O2 പ്ലസ് താപം ഗിവ്സ് എന്ത് നൽകുന്നു? Y പ്ലസ് SO2 എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺസെൻട്രേഷൻ ആണ്. ഹീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് പ്രക്രിയകൾ മനസ്സിൽ വരും. ഒന്നാമത്തേത് കാൽസിനേഷൻ, രണ്ടാമത്തേത് റോസ്റ്റിംഗ്. നൽകിയിരിക്കുന്ന ഇക്വേഷനുകളെ കാൽസിനേഷനും റോസ്റ്റിംഗുമാണ്. അതിൽ ഒന്നാമത്തേവൻ കാൽസിനേഷൻ, കാരണം ഓക്സിജൻ ഇല്ല. എന്നാൽ രണ്ടാമത്തതിൽ ഓക്സിജൻ ഉണ്ട്, അതിനാൽ അവൻ റോസ്റ്റിംഗ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്തായിരിക്കും? എക്സും വൈയും എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് എ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. എക്സ് വൈ ഇവ ഏതെന്ന് എഴുതുക. നമുക്ക് എല്ലാവർക്കും അറിയാം, കാൽസിനേഷനും റോസ്റ്റിംഗും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് എന്തിൻ്റെയാണോ അവയുടെ ഓക്സൈഡുകളായിരിക്കും. അതിനാൽ നമുക്ക് എക്സും വൈയും ലഭിക്കാൻ പോകുന്നത് ZnO സിങ്ക് ഓക്സൈഡ് എന്നായിരിക്കും. എന്നറിയുമ്പോൾ നമ്മൾ ബി ക്വസ്റ്റ്യൻ പരിശോധിക്കും. ഹൗ ഡസ് കാൽസിനേഷൻ ഡിഫർ ഫ്രം റോസ്റ്റിംഗ്? റോസ്റ്റിംഗിൽ നിന്ന് കാൽസിനേഷൻ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലോഹത്തിന്റെ അയിരിനെ, അതായത് ഓറിനെ, അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിന്റെ ദ്രവണാങ്കത്തിന് താഴെയായിട്ട് ഓക്സിജന്റെ പ്രസൻസിൽ, അതായത് ഓക്സിജൻ ഉള്ള സമയത്ത് ചൂടാക്കുന്നതിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ കാൽസിനേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓക്സിജന്റെ ഇൻ പ്രസൻസിൽ, അതായത് ഇല്ലാത്ത സമയത്ത്. അതിനെ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. കാൽസിനേഷൻ റെഫേഴ്സ് ടു heating the concentrated ore in limited quantity or absence of air at temperature below melting point. സാന്ദ്രീകരിച്ച അയിരിനെ വായുവിന്റെ പരിമിതമായ അളവിലോ അസാന്നിധ്യത്തിലോ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് കാൽസിനേഷൻ. ഇനി റോസ്റ്റിംഗ് എന്താ എന്ന് പരിശോധിക്കാം. Roasting refers to heating of concentrated ore at a temperature below the melting point in presence of air. സാന്ദ്രീകരിച്ച അയിരിനെ വായുവിന്റെ സാന്നിധ്യത്തിൽ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുന്നതാണ് റോസ്റ്റിംഗ് എന്ന് നമ്മൾ അറിയുമ്പോൾ എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തിരിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ സ്ട്രക്ചർ ഓഫ് ഗിവൺ കോമ്പൗണ്ട്. തന്നിരിക്കുന്ന സംയുക്തത്തിന്റെ ഘടന വിശകലനം ചെയ്യുക. ദാ ഈ സ്ട്രക്ചറിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് എ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ മെയിൻ ചെയിൻ? പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? കണ്ടുപിടിക്കണ്ടേ? അതിനായിട്ട് നമുക്ക് നമ്പറിങ് തുടങ്ങാം. ഞാൻ ഇവിടുന്ന് ആദ്യം നമ്പർ ചെയ്യാൻ പോവാണ്. നീല കളറിലാട്ട് നമ്പർ ചെയ്താൽ ആദ്യത്തെ 1 2 3 4 5 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ സൈഡിൽ നിന്നും നമ്പർ ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമേ ലോങ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇവിടുന്ന് ബാക്കിലേക്ക് നമ്പർ ഇടുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. ഇനി ഇവിടെ നിന്ന് ഞാൻ മുകളിലേക്കുള്ള ചെയിനാക്കി ഇടാൻ പോവാണ്. 1 2 3 4 5 6. ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇടാൻ പോവാണ്. 1 2 3 4 5 6. അപ്പോൾ നമുക്ക് മനസ്സിലായി ലോങ് ചെയിനിൽ എത്രയാ ഉണ്ടായിരിക്കുക? 6 കാർബൺ. ഏറ്റവും കൂടുതൽ ഉള്ളവരെ നമ്മൾ എടുക്കേണ്ടത് 6 കാർബൺ ഉള്ളവനാണ് ലോങ് ചെയിൻ എന്ന് പറയുന്നത്. പ്രധാന ചെയിനിൽ 6 കാർബൺ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ അറിയുമ്പോൾ നമ്മൾ ബി ചോദ്യം പരിശോധിക്കും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്? ശാഖയിൽ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്ത്? നമ്പറുകളെ ഞാൻ മായ്ച്ചു കളയുന്നു. 6 കാർബൺ ഉള്ളതിനെ നമ്മൾ എന്താക്കിയെടുക്കും? പ്രധാന ചെയിൻ, മെയിൻ ചെയിൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇവനെയാണ് കൺസിഡർ ചെയ്യുന്നത് മെയിൻ ചെയിൻ ആയിട്ട്. എങ്കിൽ ഇവിടെ വരുന്ന എന്തായിരുന്നു അതിന് പറയുക? ബ്രാഞ്ച് ഏതായിരുന്നു? 3ാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരിക. 1 2 3 4 5 6. അതില് 3ാമത്തെ കാർബണിൽ വരുന്ന ബ്രാഞ്ച് ഏതാണ്? ഈഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും. ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഈഥൈൽ ഗ്രൂപ്പ് ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുമ്പോൾ ഈ കോമ്പൗണ്ടിന്റെ പേരൊന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? പറയാൻ കഴിയണം. ഇവന്റെ പേരായിരിക്കും 3
ഈഥൈൽ ഹെക്സെയിൻ. 3 ഈഥൈൽ ഹെക്സെയിൻ എന്നായിരിക്കും ഇവന്റെ പേര് എന്ന് നമ്മൾ അറിയുമ്പോൾ എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് 12ാമത്തെ ചോദ്യത്തിലേക്ക് ഒബ്സർവ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ്. ബോക്സിൽ നൽകിയിരിക്കുന്നവ ശ്രദ്ധിക്കുക. എന്തൊക്കെയാ? ZnMgCu, സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ. കോപ്പർ സൾഫേറ്റ് ലായനി, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. മെഗ്നീഷ്യം സൾഫേറ്റ് ലായനി, മെഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ. സിങ്ക് സൾഫേറ്റ് ലായനി, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കൂടാതെ സാൾട്ട് ബ്രിഡ്ജ് എന്നിവയാണ് നൽകിയിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഹൗ മെനി ഗാൽവാനിക് സെൽസ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ദോസ്? എത്ര എണ്ണം ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എത്ര ലോഹങ്ങൾ തന്നിട്ടുണ്ട്? 1, 2, 3. ഇവയുടെ ഡിഫറെന്റ് കോമ്പോസിഷൻസിൽ നമുക്ക് എന്തുണ്ടാക്കാം? എന്തിനെ ഉണ്ടാക്കാം? ഗാൽവാനിക് സെല്ലിന്. അതിൽ ഒന്നാമത്തതാണ് ZnMg ഗാൽവാനിക് സെല്ല്, വേറൊന്നാണ് ZnCu ഗാൽവാനിക് സെല്ല്, മറ്റൊന്നായിരിക്കും MgCu ഗാൽവാനിക് സെല്ല് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ അറിയുക. അപ്പൊ നമുക്ക് എത്ര ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാക്കാൻ കഴിയും? 3. എത്ര എണ്ണം ഉണ്ടാക്കാം? 3 ഗാൽവാനിക് സെല്ലുകളെ നിർമ്മിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ അറിയുമ്പോൾ ബി ക്വസ്റ്റ്യനിലേക്ക് വിച്ച് ഗാൽവാനിക് സെൽ ഹാസ് ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? ഈ ഗാൽവാനിക് സെല്ലുകളിൽ ഏതിനാണ് വോൾട്ടേജ് മൂല്യം ഏറ്റവും കൂടുതൽ? ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്രിയാശീല ശ്രേണി റിയാക്ടിവിറ്റി സീരീസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് അഭി നിങ്ങൾക്ക് എന്തോ ഒരു ഷോർട്ട് കട്ട് പഠിപ്പിച്ചു തന്നില്ലായിരുന്നോ? അത് ഇങ്ങനെയായിരുന്നു: KNA ഖാദറിന്റെ മകൾ സിങ്ക് ഫെനി, സിങ്ക് ഫെനി ടിന്നോട് കൂടി പഞ്ചാബ് ഹൈവേയിൽ കൂടെ ഹഗ് അഗ്ഗി. മുകളിലേക്ക് എഴുതുകയാണ്. ഓറ കളഞ്ഞു എന്നായിരുന്നു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്ന ഒരു കോഡ് എന്ന് പറയുന്നത് അല്ലേ? ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ നിന്നും അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഓരോ എലമെന്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഏറ്റവും ഡിസ്റ്റൻസ് കൂടുതൽ ആർക്കാണോ ഓൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ വോൾട്ടേജ് ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് അഭി നിങ്ങളോട് പറഞ്ഞത്. ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത് ZnMgൻ്റെ ആണ്. Zn എവിടെയുള്ളത്? Zn ഇവിടെ, Mg ഇവിടെ ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പാടുള്ളൂ? MgZn എന്നല്ലേ എഴുതാൻ പാടുള്ളൂ. കാരണം എന്താണ്? കാരണം ആദ്യം എഴുതേണ്ടത് ആനോഡിനെയാണ്, എന്നിട്ടേ നമ്മൾ കാഥോഡിനെ എഴുതാൻ പാടുള്ളതുള്ളൂ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ MgZn ഇവർ തമ്മിൽ ഇത്രയാട്ടോ ദൂരമുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനിതാ ഇവിടെ പച്ച നിറത്തിൽ എഴുതാൻ പോവുകയാണ് ZnCu തമ്മിലുള്ള ദൂരം. Zn-ഉം C-യും തമ്മിൽ ഇത്ര ദൂരമുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാനിതാ ചുവന്ന നിറത്തിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് അടുത്തത് Mg-യും C-യും തമ്മിലുള്ള ദൂരം. ദാ ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം ആർക്കാണുള്ളത്? ഈ വരയ്ക്ക് ഏറ്റവും കൂടുതൽ സൈസ് ആർക്കാണുള്ളത്? Mg-ക്കും C-യുവിനും ആണുള്ളത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ വോൾട്ടേജ് വാല്യൂ ഉണ്ടാക്കാൻ കഴിയുന്നത് MgCu ഗാൽവാനിക് സെല്ലിനായിരിക്കും. ആർക്കായിരിക്കും? MgCu ഗാൽവാനിക് സെല്ലിനായിരിക്കും എന്ന് നിങ്ങൾ അറിയുമ്പോൾ സി ക്വസ്റ്റ്യൻ നമ്മൾ പരിശോധിക്കും. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ occurring at anode of cell with the highest value of voltage. വോൾട്ടേജ് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഗാൽവാനിക് സെല്ലിലെ ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എഴുതുക. നമുക്കറിയാം ഇവിടെ ആനോഡ് എന്ന് പറയുന്നത് ആരാണ്? ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഞാൻ വായിച്ചു കളയാണേ. നമുക്ക് തൽക്കാലം ഇവിടെ തന്നെ എഴുതാം, അടുത്തൊരു പേജ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ആനോഡ് ആരായിരിക്കും? ആനോഡ് മെഗ്നീഷ്യം ആയിരിക്കും. കാരണം എപ്പോഴും നമ്മൾ ആദ്യം ആനോഡിനെയാണ് എഴുതുക. ആനോഡിൽ നടക്കുന്ന റിയാക്ഷനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ കോഡ് പഠിപ്പിച്ചു തന്നിരുന്നു. ആൻ ഓക്സ് റെഡ് കാറ്റ് എന്നൊരു കോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ആനോഡിൽ ഓക്സിഡേഷൻ, ആനോഡിൽ ഓക്സീകരണം, റിഡക്ഷൻ കാറ്റ്, റെഡ് കാറ്റ് കൊണ്ട് ഉദ്ദേശിച്ചതാണ് കാഥോഡിൽ റിഡക്ഷൻ, നിരോക്സീകരണം എന്നാണ് എന്ന് നിങ്ങൾ അറിയുക. അതോടൊപ്പം നമ്മൾ പഠിച്ച മറ്റൊരു കോഡ് ഉണ്ടായിരുന്നു, ഓയിൽ റിഗ് എന്നായിരുന്നു ആ കോഡ്. അതിന്റെ ഫുൾ ഫോം എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാകണം. ഓക്സിഡേഷൻ ഈസ് ലൂസിങ് ഓഫ് ഇലക്ട്രോൺ,
റിഡക്ഷൻ ഈസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾക്ക് ഈ കോഡുകളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ആനോഡിൽ ഉള്ള എലമെന്റ് എന്ന് പറയുന്നത് Mg ആണ് എന്ന് നമുക്ക് അറിയാം. ഇവിടെ തന്നിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിലാണ്, Mgക്ക് ഓക്സിഡേഷൻ ആയിരിക്കും നടക്കുന്നത്, ഓക്സീകരണമായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഓയിൽ റിഗിൽ നിന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ ഈസ് ലൂസിംഗ് ഓഫ് ഇലക്ട്രോൺ. ഓക്സീകരണം എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കൽ ആകുന്നു. അതിനാൽ മഗ്നീഷ്യത്തിന് സംഭവിക്കുന്നത് എന്തായിരിക്കും? മഗ്നീഷ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Mg അങ്ങനെ Mg2+ പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറും എന്ന് നിങ്ങൾ അറിയുമ്പോൾ ABC ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 13ാമത്തെ ചോദ്യം, സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് മാനുഫാക്ചർഡ് ഇൻഡസ്ട്രിയലി ബൈ ക്ലോർ ആൽക്കലി പ്രോസസ്. സോഡിയം ഹൈഡ്രോക്സൈഡ് വ്യാവസായികപരമായി നിർമ്മിക്കുന്നത് ക്ലോർ ആൽക്കലി പ്രക്രിയയിലൂടെയാണ്. അതെ, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന NaOH നമ്മൾ നിർമ്മിച്ചിരുന്നത് ക്ലോർ ആൽക്കലി പ്രക്രിയയിലൂടെ തന്നെയാണ്. എന്താണ് ക്ലോർ ആൽക്കലി പ്രക്രിയ? ക്ലോർ ആൽക്കലി പ്രോസസ്സിനെ ഞാൻ നിങ്ങൾക്കായി വിശകലനം ചെയ്യാം. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു മെംബ്രെയിൻ സെല്ലാണ്, സ്തര സെല്ലാണ് നമുക്ക് ആവശ്യം. ഇതിന് ആനോഡിനെയും കാഥോഡിനെയും, സാധാരണ ഒരു സെല്ല് തന്നെയാണിത്, എന്നാൽ ആനോഡിനെയും കാഥോഡിനെയും ഒരു സ്തരം കൊണ്ട്, ഒരു മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഈ മെംബ്രെയിനകത്തുകൂടെ പ്രത്യേകതരം അയോണുകൾ മാത്രമേ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സെല്ലിനെ കാണാൻ ഏതാണ്ട് ഈ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് നിങ്ങൾ അറിയുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള 2 ഇലക്ട്രോഡുകളെ പ്രത്യേകം ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യും. അതിൽ പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്തതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആനോഡ് എന്നും, നെഗറ്റീവ് സൈഡിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെ നമ്മൾ കാഥോഡ് എന്നും വിളിക്കും. ആനോഡുള്ള ഭാഗത്തേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നിറച്ചു കൊടുക്കും. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനെ നമ്മൾ ബ്രൈൽ എന്നൊരു പേര് വിളിക്കാറുണ്ട്. മറ്റൊരു സൈഡ് കാഥോഡുള്ള ഭാഗത്തേക്ക് നമ്മൾ H2O എന്ന ജലത്തെയും നിറച്ചു കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആനോഡിന്റെ ഭാഗത്തേക്ക് എത്തിയ NaCl ജലത്തിൽ ലയിച്ചു കഴിഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് Na+ഉം Cl- മാറിയിട്ടുണ്ടാകും. അവിടെ നിന്നും ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഓക്സ്, ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാഥോഡിലോ റെഡ് കാറ്റ്, കാഥോഡിൽ റിഡക്ഷൻ ആണ് നടക്കുക എന്നും നമ്മൾ എല്ലാവരും പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ. എന്താണ് ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ എന്താണെന്ന് പഠിക്കാൻ ഓയിൽ റിഗ് എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ ഈസ് ലൂസിംഗ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജുള്ള ആനോഡിൽ നിന്ന് Cl- എന്ത് ചെയ്യും എന്നറിയോ? 2 Cl- 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് Cl2 ഗ്യാസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? Cl2 ഗ്യാസ് ആയി മാറി പുറത്തേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പുറത്തെ സൈഡിൽ കാഥോഡിൽ H2O എന്ത് സംഭവിക്കും എന്നറിയോ? H2O 2 ഇലക്ട്രോണിനെ സ്വീകരിക്കും. 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് H2 ഗ്യാസും OH- അയോണുമായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. H2 ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്ന് നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഇവിടെ ബാക്കിയായിട്ടുണ്ടാവുക ആനോഡിന്റെ സൈഡിൽ Na+ അയോണുകളാണ്. ഈ Na+ അയോണുകൾ ഈ മെംബ്രെയിനകത്തുകൂടെ, ഈ സ്തരത്തിനകത്തുകൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരും. അവിടെ ആര് ബാക്കിയുണ്ട്? OH- ബാക്കിയുണ്ട്. ഈ Na+ഉം OH- കൂടി ചേർന്ന് നമുക്ക് NaOH ലഭിക്കുന്നതായിട്ട് കാണാം. ഇതാണ് ഒരു സ്തര സെല്ലിൽ നടക്കുന്ന ക്ലോർ ആൽക്കലി പ്രക്രിയ, ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ദ അക്വസ് സൊല്യൂഷൻ ഓഫ് വിച്ച് ഇലക്ട്രോലൈസ്ഡ്.
ഈ പ്രക്രിയയിൽ ഏത് പദാർത്ഥത്തിന്റെ ജലീയ ലായനിയാണ് വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമായത്? ഇത്രയും പഠിച്ച നമ്മൾക്ക് എത്രയും പെട്ടെന്ന് പറയാൻ സാധിക്കും. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് NaCl ആയിരിക്കും. സോഡിയം ക്ലോറൈഡ് ആയിരിക്കും എ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ടേബിൾ സാൾട്ട് എന്ന് പറയുന്നത് എന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബി ക്വസ്റ്റ്യൻ, which substance undergo reduction at cathode of the membrane cell? സ്തര സെല്ലിന്റെ കാഥോഡിൽ നിരോക്സീകരണത്തിന് വിധേയമാകുന്ന പദാർത്ഥം ഏതാണ്? നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഏതായിരുന്നു അത്? H2O ആയിരുന്നു, ജലമായിരുന്നു നിരോക്സീകരണത്തിന് വിധേയമായതായിട്ട് നമ്മൾ കണ്ടിരുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, what are the product obtained in addition to sodium hydroxide? സോഡിയം ഹൈഡ്രോക്സൈഡിനെ കൂടാതെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്? സോഡിയം ഹൈഡ്രോക്സൈഡ് ഒന്നാമതായി ലഭിച്ചവൻ സോഡിയം ഹൈഡ്രോക്സൈഡ്. കൂടെ തന്നെ Cl2 ഗ്യാസും H2 ഗ്യാസും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടു. അതായത് ക്ലോറിൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കൂടെ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ ഇതാ 13ാമത്തെ ചോദ്യം അവസാനിച്ചു. 14ാമത്തെ ചോദ്യത്തിലേക്ക്. 14ാമത്തെ ചോദ്യത്തിന് എ പാർട്ടും ബി പാർട്ടും അടങ്ങിയിരിക്കുന്നു. അതിൽ എ പാർട്ടിൽ പറയുന്നു, the gases CO2 and SO2 are kept at STP. Their volume is 112 ലിറ്റർ. കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങൾ STPയിൽ സ്ഥിതി ചെയ്യുന്നു. ഇവയുടെ വ്യാപ്തം 112 ലിറ്റർ ആണ്. STP എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് 25 ഡിഗ്രി സെൽഷ്യസും 1 atm പ്രഷറും ആണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. തന്നിരിക്കുന്ന വോളിയം എത്രയാണ്? 112 ലിറ്റർ ആണ് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ എ ക്വസ്റ്റ്യൻ പരിശോധിക്കും. What is the volume of 1 mole of gas at STP? STPയിൽ സ്ഥിതി ചെയ്യുന്ന 1 മോൾ വാതകത്തിന്റെ വ്യാപ്തം എത്ര? നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ ഉത്തരം 22.4 ലിറ്റർ എന്നാകുന്നു. എത്രയാണ്? 22.4 ലിറ്റർ. നമ്മൾ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ മോൾ സങ്കല്പനത്തെ കുറിച്ച് പഠിച്ചവരാ. അതിൽ നിന്നും നമ്മൾ പഠിച്ചെടുത്തു 22.4 ലിറ്റർ ആയിരിക്കും. ബി ക്വസ്റ്റ്യൻ പരിശോധിക്കാം. What is the mass of 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എത്ര? മാസ് കണ്ടെത്തുന്നതിനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഇക്വേഷൻസ് പഠിച്ചിരുന്നോ? മാസ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എന്ന് പറയുന്നത്, ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെതാണ് 44 ഗ്രാം ആണ് എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നിരിക്കുന്നു. അതിൽ നിന്നും നിങ്ങൾക്ക് പറഞ്ഞ മറ്റൊരു കാര്യം 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെതാണ്. 112 ലിറ്റർ എന്ന് പറയുമ്പോൾ 112 ലിറ്ററിൽ എത്ര മോളുകളുണ്ട് എന്ന് കണ്ടെത്തിയാൽ, എത്ര മോളുകളുണ്ടോ അതുമായിട്ട് ഒരു മോളിന്റെ മാസ് ഗുണിച്ചു കഴിഞ്ഞാൽ, ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ 112 ലിറ്ററിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് കിട്ടൂലേ? അപ്പോൾ നമുക്കറിയാം ഗിവൺ വോളിയം എത്രയാണ്? 112 ഡിവൈഡഡ് ബൈ 1 മോളിന്റെ വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 22.4 ലിറ്റർ ആണ്. 112 ഡിവൈഡഡ് ബൈ 22.4 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 5 എന്നായിരിക്കും ആൻസർ. ഇനി ഈ 5 മോള്, ഒരു മോളിന്റെ വെയിറ്റ് 44. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 മോളിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഏതൊരു കുട്ടിക്കും പറയാം 44 ഗുണം 5 ആയിരിക്കും അവന്റെ മാസ് എന്ന് പറയുന്നത്. അതായത് 220 ഗ്രാം ആയിരിക്കും എന്ന് നമ്മൾ അറിയുമ്പോൾ ബി ക്വസ്റ്റ്യൻ ഡൺ. സി ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? SO2യിലെ തന്മാത്രകളുടെ എണ്ണം എത്ര? നമ്മളോട് പറഞ്ഞത് STPയിലാണ് CO2വും SO2വും സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അവോഗാഡ്രോ നിയമം അറിയാം. അവോഗാഡ്രോ ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. STPയിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന സമയത്ത് ഒരു എത്ര വോളിയം ഉണ്ടോ അതിലുള്ള മോളുകളുടെ എണ്ണം തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം
CO2ന്റെ എണ്ണം SO2ന്റെ എണ്ണം എത്രയായിരിക്കും? സെയിം തന്നെയായിരിക്കും. നമുക്ക് ഇവിടെ കിട്ടിയത് 5 മോൾ എന്നായിരുന്നു. അതായത് 5 മോൾ SO2 ആണുള്ളത്. ബട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര തന്മാത്രകൾ മോളിക്യൂൾസ് ഉണ്ട് എന്നാണ്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോളുകളുടെ എണ്ണത്തെ അവോഗാഡ്രോ നമ്പറുമായിട്ട് ഇൻറ്റു ചെയ്താൽ മതി. അവോഗാഡ്രോ നമ്പറിനെ നമ്മൾ NA എന്ന് വിളിക്കാറുണ്ട്. അതായത് 5 × 6.022 × 10⁻23 അല്ലെങ്കിൽ 10⁻23 ഇത്രയും മോളിക്യൂളുകളായിരിക്കും ഉണ്ടായിരിക്കുക എന്നറിയുമ്പോൾ നമ്മൾ 14ലെ ബി ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. 14ലെ ബി ക്വസ്റ്റ്യൻ, എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് STP ഈസ് ഗിവൺ ബിലോ. STPയിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്താണ് നൽകിയിരിക്കുന്നത് എന്ന് പരിശോധിക്കുക. CH4 + 2O2 gives CO2 + 2H2O. എല്ലാവരും കണ്ടു എന്ന വിശ്വാസത്തോടു കൂടി എ ക്വസ്റ്റ്യനിലേക്ക്. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയ്ൻ ആർ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ? 10 മോൾ ഓക്സിജനുമായി പ്രവർത്തിക്കുവാൻ എത്ര മോൾ മീഥൈൻ ആവശ്യമാണ്? ചോദിച്ചിരിക്കുന്നത് 10 മോൾ ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര മോള് മീഥൈൻ വേണ്ടി വരും മുഴുവനായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് എന്നല്ലേ. ഇവിടെ നമുക്ക് നോക്കാം. 1:2 ആണ് എന്ത് ലഭിക്കുക? 1:2 തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അതായത് ഒരു മീഥൈന് 2 ഓക്സിജൻ മോളിക്യൂളിന് ആവശ്യമാണ്. എന്തിനാവശ്യമാണ്? 2 ഓക്സിജൻ മോളിക്യൂളിന് ഒരു മീഥൈന് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 10 ഓക്സിജൻ ആവുമ്പോൾ എത്ര മീഥൈൻ വേണ്ടി വരും എന്നാ. എന്താ പറഞ്ഞത്? 10 ഓക്സിജൻ ആവുമ്പോൾ എത്ര മീഥൈൻ വേണ്ടി വരും? അപ്പോൾ ഇതിൽ നിന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവും 1:2, അതായത് 1/2 പകുതിയായിരിക്കും വേണ്ടി വരിക. അതായത് 5 മീഥൈൻ ആയിരിക്കും ഇവിടെ ആവശ്യം വരിക എന്ന് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. ആൻസർ പറയും 5 മോൾ മീഥൈൻ. എത്ര മോൾ മീഥൈൻ? 5 മോൾ മീഥൈൻ എന്ന് നമ്മൾ ഉത്തരം പറയുമ്പോൾ ബി ക്വസ്റ്റ്യനിലേക്ക്, കാൽക്കുലേറ്റ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് CO2 obtained if 64 gram of methane is completely burned. 64 ഗ്രാം മീഥൈൻ പൂർണ്ണമായും ജ്വലിച്ചാൽ ലഭിക്കുന്ന CO2വിന്റെ മാസ്, വ്യാപ്തം എന്നിവ കണക്കാക്കുക. നിങ്ങൾ അറിയുക, ഓക്സിജനുമായിട്ട് കൂടിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായാലും കത്തുക എന്നുള്ളതാണ് കേട്ടോ അർത്ഥം. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾ അറിയണം എന്നുള്ളത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 64 ഗ്രാം മീഥൈൻ കത്തിയാൽ എത്ര മാസും വോളിയവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ മോളിക്യുലാർ മാസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ CH4 മീഥൈൻ്റെത് എത്രയാണ്? 16 ഗ്രാം ആണ്. ഓക്സിജൻ്റെത് 32 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത് 44 ആണ്. ജലത്തിൻ്റെത് H2Oൻ്റെത് 18 ആണ് എന്നും നമ്മളോട് പറഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നിന്നും നമ്മൾ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്തണം എന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷനെ ഒന്നുകൂടെ ഈ സൈഡിലേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. CH4 + 2O2 gives CO2 + 2H2O എന്നതാണ് ഇക്വേഷൻ. ഒരു മോള് CH4ൻ്റെ മീഥൈൻ്റെ മാസ് എത്രയാണ്? 16 ഗ്രാം ആണ്. 16 ഗ്രാം 2 O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 64 ഗ്രാം ആയിരിക്കും. കാരണം ഒരു O2ൻ്റെ മാസ് എത്രയാണ്? 32 ആണ്. അപ്പോൾ 2ൻ്റെത് എത്രയായിരിക്കും? 32 × 2 = 64 ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ എത്ര ഗ്രാം വാട്ടറുമായിരിക്കും? 18 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 8 16 6 36 ഗ്രാം ജലവും ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളത് നിങ്ങൾ അറിയുക. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 64 ഗ്രാം മീഥൈൻ മൊത്തമായിട്ട് കത്തിയാൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് തന്നിരിക്കുന്ന രേഖയെ എടുത്ത് എഴുതാൻ പോവുകയാണ്. നമ്മളോട് പറഞ്ഞത് 64 ഗ്രാം എന്ത് കത്തി എന്നാണ്? മീഥൈൻ കത്തി എന്നാണ് പറഞ്ഞത്. ഈ 64ഉം 16ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ 64 ÷ 16 ചെയ്യുകയാണ്.
ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഉത്തരം 4 എന്നായിരിക്കും. എത്രയാണ്? 4 എന്നായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഈ 4 എന്ന് കിട്ടിയതോട് കൂടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 4 ഇരട്ടി, എത്ര ഇരട്ടി? 4 ഇരട്ടി മീഥൈൻ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം, അതിനനുസരിച്ച് 64 ഗ്രാം ആവുമ്പോൾ 4 ഇരട്ടി തന്നെ ഓക്സിജൻ ആവശ്യമായിരിക്കും. 64 ഗുണം 4 എത്രയാ വരിക? 64 ഇൻറ്റു 4 ചെയ്തു നോക്കണേ, പെട്ടെന്ന് ചെയ്തു നോക്കണം. 6 1 6 4 എന്ന് പറയുന്നത് 24 25 256 ഗ്രാം ഓക്സിജനും വേണ്ടി വരും. ഇനി അപ്പോൾ എന്ത് കിട്ടും? 44 ഗുണം 4 44 ഗുണം 4 എത്രയാ നമുക്ക് കിട്ടുക? 4 4 16 176 ഗ്രാം എന്ന് ലഭിക്കും. ഇനി ജലത്തിൻ്റെതാണെങ്കിലോ 36 ഗുണം 4 36 ഗുണം 4 എത്രയാ കിട്ടുക? 36 ഇൻറ്റു 4 6 4 24 4 2 3 4 12 14 144 ഗ്രാം ജലം എന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും നമുക്ക് ലഭിക്കുക? നമുക്ക് മനസ്സിലായിരിക്കുന്നു എത്ര ഗ്രാമാ കിട്ടിയത് എന്ന്. 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ലഭിക്കുക. 176 ഗ്രാം എന്ന് പറയുന്നത് മാസ് മാത്രമേ ആയിട്ടുള്ളൂ. നമുക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്നത് വെറും മാസ് മാത്രമല്ലേ. ഈ മാസിൽ നിന്ന് വോളിയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ അറിയണം, 4ാമത്തെ പാഠം കൃത്യമായിട്ട് പഠിച്ച കുട്ടിക്ക് ഈ ഉത്തരം ചെയ്യാൻ കഴിയണമെങ്കിൽ ആ കുട്ടി ഭയങ്കരമായിട്ട് മാത്തമാറ്റിക്കലി കൂടെ നോളേജ് ഉള്ളവനായിരിക്കണം. നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന മാസ് എന്ന് പറയുന്നത് 176 ഗ്രാം ആണ്. ഈ 176 ഗ്രാമിന് എത്ര വോളിയം വേണ്ടി വരും എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ആദ്യം നിങ്ങൾ അതിൽ എത്ര മോളുകൾ ഉണ്ട് എന്ന് കണ്ടെത്തണം. അതിനായിട്ട് എന്ത് ചെയ്യാം? ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്നുള്ളതാണ് മോളുകളുടെ എണ്ണം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഗിവൺ മാസ് 176 ആണ്, മോളാർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. അങ്ങനെയെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്രയാ കിട്ടുക? 4 ആയിരിക്കും ലഭിക്കുക. ഈ 4 മോളായിരിക്കും അപ്പൊ എന്തിലുണ്ടാവുക? 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ ഉണ്ടായിരിക്കുക എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒരു മോളിന്, അതായത് ഒരു മോൾ തന്മാത്രയ്ക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അങ്ങനെയെങ്കിൽ 4 മോളിന് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം എത്രയായിരിക്കും? 22.4 ഗുണം 4 ആയിരിക്കും അത്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക? പെട്ടെന്നൊന്ന് നിങ്ങൾ ഇക്വേഷൻ ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഞാനിതാ ചെയ്ത് നോക്കുന്നുള്ളൂ. 2 4 എന്ന് പറയുന്നത് എത്രയാണ്? 8. അതായത് 89.6 ലിറ്റർ എന്നുള്ളതായിരിക്കും ഉത്തരം. എത്രയാണ് വരിക? വോളിയം വ്യാപ്തം എന്ന് പറയുന്നത് 89.6 ലിറ്ററും മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 176 ഗ്രാമും ആയിരിക്കും എന്ന് നമ്മൾ അറിയുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കും. 15ാമത്തെ ചോദ്യം. Ethanol is produced by fermenting diluted molasses with yeast. The enzyme invertase in yeast converts the sugar solution into glucose and fructose. Then another enzyme called zymase converts the glucose and fructose to ethanol. Molasses നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെന്റേഷൻ നടത്തിയാൽ എത്തനോൾ നിർമ്മിക്കുന്നത്. ഈസ്റ്റിലുള്ള എൻസൈമായ ഇൻവേർട്ടൈസ് പഞ്ചസാര ലായനിയെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാക്കി മാറ്റുന്നു. തുടർന്ന് മറ്റൊരു എൻസൈമായ സൈമേസ് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എത്തനോളായി മാറ്റുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ പരിശോധിക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എത്തനോളിന്റെ വ്യാവസായികപരമായിട്ടുള്ള നിർമ്മാണം മാത്രമാണ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദോസ് റിയാക്ഷൻ. ഈ പ്രവർത്തനങ്ങളുടെ രാസസമവാക്യങ്ങൾ എഴുതുക. നിങ്ങൾക്കറിയോ ആദ്യമായിട്ട് പഞ്ചസാര ഫെർമെന്റ് ചെയ്തുകൊണ്ട് ആൽക്കഹോൾ എത്തനോൾ ഉണ്ടാക്കിയ രാജ്യം ഏതാണ് എന്നുള്ളത്? ബാർബിഡോസ് ഐലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിലാണ് ആദ്യമായിട്ട് ഈ പഞ്ചസാര ലായനീനെ ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ച് കണ്ട് എത്തനോളിന് നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതിനെ അവർ വിളിച്ച പേരായിരുന്നു റമ്മ്. റമ്മിൻ്റെ അർത്ഥം കിൽ ദ ഡെവിൾ എന്നാണ്, ചാത്താന കൊല്ലി എന്നായിരുന്നു എന്നും നിങ്ങൾ അറിയാം. ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ രാസപ്രവർത്തനം എഴുതാൻ വേണ്ടിയിട്ടാണ്. മുകളിൽ പറഞ്ഞു തന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന്. എത്തനോൾ മൊളൈസസിനെ പഞ്ചസാര ലായനീനെ എന്ത് ചെയ്ത് മാറ്റും? ഇൻവേർട്ടേഴ്സ് അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കിയിട്ട് മാറ്റും. ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേസ് എന്താക്കിയിട്ട് മാറ്റും? എത്തനോൾ ആക്കിയിട്ട് മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്
കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്താ പ്രോസസ്സ് എന്ന് മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ രാസസമവാക്യം മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതി. നിങ്ങൾക്കറിയോ മോളിക്കുലാർ ഫോർമുല പഞ്ചസാരയ്ക്ക് മൊളൈസസിന് എന്താണ് എന്ന്? C12H22O11 എന്നാണത്. അതിൽ നേരെ ഇൻവേർട്ടൈസ് എന്ത് ചെയ്യും? ഇൻവേർട്ടൈസ് എന്താ ചെയ്യുക? അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കിയിട്ട് മാറ്റും. ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും രാസസൂത്രം അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആണ്. C6H12O6 എന്നാണ് അത് വരുന്നത്. ഗ്ലൂക്കോസ് പ്ലസ് ആരെ കൂടെ ഉണ്ടാക്കും? ഫ്രക്ടോസിനെ കൂടെ ഉണ്ടാക്കും. ഇവൻ്റെ സ്ട്രക്ചറിൽ മാത്രമേ മാറ്റം ഉണ്ടായിരിക്കുകയുള്ളൂ. ബട്ട് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സെയിം ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഈ ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും അടുത്ത എൻസൈമായിട്ടുള്ള സൈമേസ് എന്ത് ചെയ്ത് കളയുന്നറിയോ? എത്തനോൾ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും ഞാൻ ഒറ്റ തവണയായിട്ട് എഴുതുന്നുള്ളൂ. നിങ്ങൾ ഇതിൻ്റെ അടിയിലൊക്കെ എഴുതി വെച്ചോണ്ട് ഗ്ലൂക്കോസ് ബാർ ഫ്രക്ടോസ് സൈമേസ് എന്താക്കിയിട്ട് മാറ്റും? മുകളിൽ സൈമേസ് ഫുള്ളായിട്ട് എഴുതണേ, ഞാൻ ഫുള്ളായിട്ട് എഴുതുന്നില്ല. എത്തനോൾ ആക്കിയിട്ട് മാറ്റും. എത്തനോൾ എന്ന് പറയുന്നത് CH3CH2OH ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നതായിട്ട് കാണാം. എ ക്വസ്റ്റ്യൻ ഡൺ. ബി ക്വസ്റ്റ്യൻ പവർ ആൽക്കഹോൾ എന്നാൽ എന്ത്? വാട്ട് ഈസ് പവർ ആൽക്കഹോൾ? സിമ്പിൾ ആണ്. 80% പെട്രോളും 20% ആബ്സല്യൂട്ട് ആൽക്കഹോളും അടങ്ങിയിട്ടുള്ള സൊല്യൂഷനെ ലായനീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ ആൽക്കഹോൾ എന്നറിയുന്നതോടുകൂടി നമ്മൾ ഇതാ 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 16ാമത്തെ ചോദ്യം എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും ഉണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ ആദ്യം പരിശോധിക്കാം. അലൂമിനിയം ഈസ് മാനുഫാക്ചർഡ് ബൈ ഇലക്ട്രോളിസിസ് ഓഫ് അലൂമിന വിത്ത് അഡീഷൻ ഓഫ് ക്രയോലൈറ്റ്. അലൂമിനിയയിലേക്ക് ക്രയോലൈറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം ചെയ്താണ് അലൂമിനിയം നിർമ്മിക്കുന്നത്. നമുക്ക് ബാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുൻപ് അലൂമിനിയത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് വരാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അയിര് ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അലൂമിനിയത്തിന്റെ ഓറിന്റെ പേരാകുന്നു ബോക്സൈറ്റ്. Al2O3 2H2O എന്നാണ് അതിൻ്റെ രാസസൂത്രം വരുന്നത്. അതിനെ NaOHുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയാൽ നമുക്ക് സോഡിയം അലൂമിനേറ്റ് ലഭിക്കുന്നതായിട്ട് കാണാം. ഇതേ സോഡിയം അലൂമിനേറ്റിനെ NaAlO2നെ നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ചേർത്ത് വെള്ളത്തിൽ ലയിപ്പിച്ച് നേർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ലഭിക്കും. എന്ത് ലഭിക്കും? ഒരുപാട് അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ലഭിക്കും. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ചൂടാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന സാധനമാണ് അലൂമിന എന്ന് പറയുന്നത്. എന്താണ് ലഭിക്കുക? അലൂമിന ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ അലൂമിന ക്രയോലൈറ്റുമായിട്ട് ചേർത്തതിന് ശേഷം നമ്മൾ ഇലക്ട്രോലൈസിസിന് വിധേയമാക്കാറാണ് പതിവ്. അങ്ങനെയാണ് അലൂമിനിയത്തെ നിർമ്മിക്കാറുള്ളത്. ആദ്യം അലൂമിന വരെ നിർമ്മിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നു. എ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. വൈ ഈസ് ക്രയോലൈറ്റ് ആഡഡ് ടു അലൂമിന? അലൂമിനയിൽ ക്രയോലൈറ്റ് ചേർക്കുന്നത് എന്തിന് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ അറിയണം. ഈ അലൂമിനക്ക് നല്ല ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദ്രവണാങ്കം വളരെ കൂടുതലായിരിക്കും. അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രയോലൈറ്റിനെ ഒന്നാമതായിട്ട് ചേർക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? ഡിക്രീസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിന. ദ്രവണാങ്കം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. വേറൊന്നാണ്, ഈ അലൂമിന വല്ലാണ്ട് കറണ്ടിനെ കടത്തി വിടൂല. അപ്പോൾ വൈദ്യുത ചാലകം ആയിട്ട് ആക്ട് ചെയ്യാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുത ചാലകത, ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കൂട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ ചേർക്കുന്നത്? ക്രയോലൈറ്റിനെ അലൂമിനിയയിലേക്ക് ചേർക്കുന്നത് എന്നറിയുമ്പോൾ എ ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക്. വിച്ച് അയോൺസ് ആർ പ്രസന്റ് ഇൻ അലൂമിന? അലൂമിനയിൽ അടങ്ങിയിരിക്കുന്ന അയോണുകൾ ഏവ? നമുക്ക് അറിയാം അലൂമിനയുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Al2O3 എന്നാണ്. അതുകൊണ്ട് തന്നെ അതിലുണ്ടായിരിക്കുന്ന അയോണുകൾ എന്ന് പറയുന്നത് Al3+ഉം O2- ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുക. അപ്പോൾ നമ്മൾ പറയും Al3+ഉം
2- ആയിരിക്കും അതിൽ അടങ്ങിയിട്ടുള്ള അയോണുകൾ എന്ന് പറയുമ്പോൾ ബി ക്വസ്റ്റ്യൻ ഡൺ. സി ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന നിരോക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് നെഗറ്റീവ് ഇലക്ട്രോഡ്. അതിനു മുമ്പ് നമുക്ക് റിഫൈനിങ്ങിലേക്ക് കടക്കാം. നമ്മൾ ഈ അലൂമിനിയെ ക്രയോലൈറ്റുമായിട്ട് ചേർത്ത് ഒരു ദ്രാവകമാക്കി മാറ്റും. അതിനെയാണ് നമ്മൾ ഈ വെള്ളം പോലെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇതുപോലുള്ളൊരു ഇരുമ്പിന്റെ പാത്രത്തിനകത്ത് കാർബൺ ലൈനിങ് കൊടുത്ത് അതിന് മുകളിലായിട്ട് ഒരുപാട് ഗ്രാഫൈറ്റിന്റെ കട്ടകളെ തൂക്കി വച്ചിട്ടുള്ള ഒരു സെല്ലിനകത്താണ് നമ്മൾ ഈ അലൂമിനിയെ ക്രയോലൈറ്റുമായിട്ട് ചേർത്ത് വൈദ്യുത വിശ്ലേഷണത്തിന് ഇലക്ട്രോലൈസിസിന് വിധേയമാക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇവിടെയുള്ള Al3+ഉം O2- സ്പ്ലിറ്റ് ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നെഗറ്റീവ് ചാർജുള്ള ആള് പോസിറ്റീവ് ചാർജുള്ള ആളുടെ അടുത്തേക്ക് പോകും, പോസിറ്റീവ് ചാർജുള്ള ആള് നെഗറ്റീവ് ചാർജുള്ള ആളടുത്തേക്ക് പോകും. പോസിറ്റീവ് ചാർജുള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനോഡ് എന്ന് പറയുന്നത്. ആനോഡിനെ ഞാൻ തൽക്കാലം A വെച്ച് ഡിനോട്ട് ചെയ്യാണ്. അവിടെ എന്ത് സംഭവിക്കുന്നറിയോ? O2- ചെന്നിട്ട് 2 ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുക്കും. എന്തിനെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണിനെ. 2 O2- ആണ് പോവുക എന്നുള്ളത് കൊണ്ട് അവന്മാര് 4 ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി കാഥോഡിൽ നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ് കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? റിഡക്ഷൻ ആണ് എന്ന് നമുക്കറിയാം. കാരണം റെഡ് കാറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്താണെന്നറിയോ? പോസിറ്റീവ് ചാർജുള്ള അലൂമിനിയം Al3+ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിൽ ചെന്നിട്ട് ഇലക്ട്രോണുകളെ സ്വീകരിക്കും. എന്തിനെ സ്വീകരിക്കും? ഇലക്ട്രോണുകളെ സ്വീകരിക്കും. സ്വീകരിക്കുമ്പോൾ 3 ഇലക്ട്രോണുകളെയാവും സ്വീകരിക്കുക. അങ്ങനെ അലൂമിനിയം ആയിട്ട് മാറും. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഉരുകിയ മോൾട്ടൺ അലൂമിനിയത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനെ പിന്നീട് ഇവിടെ കാണുന്ന പൈപ്പ് തുറന്നുകൊണ്ട് ഈ പൈപ്പിലൂടെ നമുക്ക് പുറത്തെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ റിഡക്ഷൻ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് അറ്റ് നെഗറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡിൽ നടക്കുന്ന നിരോക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിട്ടുള്ള കാഥോഡിൽ നടക്കുന്ന രാസസമവാക്യം Al ആണ് കേട്ടോ. Al എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇതൊന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. ഇതോടുകൂടി നമ്മൾ 16ാമത്തെ ചോദ്യത്തിൽ A ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി B ക്വസ്റ്റ്യനിലേക്ക്. Iron is extracted from hematite using a blast furnace. ബ്ലാസ്റ്റ് ഫർണസ് എന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഹേമറ്റൈറ്റിനെ അയേൺ ആക്കി മാറ്റുന്നത്. നമ്മൾ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 6ാമത്തെ പാഠം മെറ്റൽസ് ലോഹങ്ങളിൽ ഇരുമ്പിന്റെ 2 അയിരുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓറുകളെ കുറിച്ച്. ഏതൊക്കെയായിരുന്നു അവ? ഒന്നാമത്തേത് ഹേമറ്റൈറ്റ്, രണ്ടാമത്തേത് മാഗ്നറ്റൈറ്റ്. ഇരുമ്പിന് മറ്റൊരു അയിര് കൂടെ ഉണ്ട്, ഓറ് കൂടെ ഉണ്ട്. അവന്റെ പേരാണ് അയൺ പൈറൈറ്റിസ്. ഫൂൾസ് ഗോൾഡ് എന്ന് നമ്മൾ അവനെ വിളിക്കും. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകം അവനെ പറയുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഇരുമ്പിന് നമ്മൾ ഹേമറ്റൈറ്റിനെ ബ്ലാസ്റ്റ് ഫർണസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ബ്ലാസ്റ്റ് ഫർണസ് എന്നറിയോ? നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതായിരിക്കും ബ്ലാസ്റ്റ് ഫർണസിന്റെ ഏകദേശ രൂപം എന്ന് പറയുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീൽ വെച്ചിട്ടാണ്. അതിൻ്റെ അകഭാഗത്തായിട്ട് നല്ല ഇഷ്ടികയുടെ കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്ലാസ്റ്റ് ഫർണസിന് ഇഷ്ടംപോലെ ചൂട് താങ്ങാനുള്ള കഴിവുണ്ട് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഇരുമ്പിന് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ABC ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നുള്ളൂ. ഓക്കെ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഈ ഹേമറ്റൈറ്റിനെയും മാഗ്നറ്റൈറ്റിനെയും ഒക്കെ ഇരുമ്പിൻ്റെ ഏത് അയിരായിക്കോട്ടെ ആ അയിരിനെ എടുത്ത് നന്നായിട്ട് സാന്ദ്രണം ചെയ്യുക. കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ നന്നായിട്ട് പൊടിച്ച് നമ്മൾ ഈ കാണുന്ന ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകൾ ഭാഗത്ത് നിക്ഷേപിക്കും. അതിൻ്റെ കൂടെ തന്നെ കാർബണിന്റെ ഒരു അമോർഫസ് രൂപമായിട്ടുള്ള കോക്കിനെയും കൂടെ ലൈംസ്റ്റോൺ എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റിനെയും നിക്ഷേപിക്കും. ഏതോ ഒരു സിനിമയിൽ കാൽഷ്യം കാർബണേറ്റിന്റെ ഫോർമുല എന്തായിരിക്കും? കാക്കോത്രി എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ലേ? ജസ്റ്റ് ആ ഒരു കോമഡി ഞാൻ ഓർമ്മിപ്പിച്ചെന്നുള്ള ഏതോ ഒരു സിനിമയിലായിരുന്നു, ഞാൻ മറന്നുപോയി എന്തായാലും കേട്ടോ. അതിനെയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ നിക്ഷേപിച്ചു കൊടുക്കും.
ബ്ലാസ്റ്റ് ഫർണസിൽ നല്ല ചൂടാണ്ടാവുക. ഏകദേശം എത്ര ചൂടാ കാണിക്കുന്നത് ഇവിടെ? 2170 കെൽവിനാ. അതായത് 2170 കെൽവിൻ എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്തോരം ചൂടാ ഇതിനകത്ത് ഉണ്ടാവുന്നത് എന്ന് ഇല്ലേ. ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് നല്ല ചൂടുള്ള കാറ്റ് കടത്തി വിടാനുള്ള ഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് നിന്നുള്ള കാറ്റിനെ പുറത്തേക്ക് പോകാനുള്ള ഭാഗമുണ്ട്. ഉരുകിയ ഇരുമ്പിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഭാഗമുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഭാഗവും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആദ്യം ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്ന് പറയുന്നത് കോക്കിൽ അടങ്ങിയിട്ടുള്ള കാർബൺ താഴെ നിന്നും മുകളിലേക്ക് കൊടുക്കുന്ന ചൂടുവായുവിൽ ഉണ്ടാകുന്ന ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ തന്നെ കോക്ക് കുറേ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിലെ കാർബണുകളുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് നല്ല ഒരു നിരോക്സീകാരിയാണ്, റെഡ്യൂസിങ് ഏജന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്താണ്? നിരോക്സീകാരിയാണ്, റെഡ്യൂസിങ് ഏജന്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ കാർബൺ മോണോക്സൈഡ് സാന്ദ്രീകരിച്ച ഇരുമ്പിന്റെ അയിരുണ്ടാവുമല്ലോ, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള അയര്, അതിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് ബ്ലാസ്റ്റ് ഫർണസിലെ മെയിൻ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അയണിന്റെ ഇരുമ്പിന്റെ ഓർ ഉണ്ടാവുമല്ലോ, അത് Fe2O3 എന്നായിരിക്കും, ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിനെ നമ്മുടെ കാർബൺ മോണോക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് ഇരുമ്പാക്കി മാറ്റും. എന്താക്കി മാറ്റും? ഇരുമ്പാക്കി മാറ്റും. ഇതിനെ ഞാനിതാ സമീകരിച്ചിട്ടില്ല, ബാലൻസ് ചെയ്തിട്ടില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ ചെയ്യേ. അപ്പൊ ഇന്ന റിയാക്ഷൻസ് ഒക്കെയാണ് നടക്കുന്നത്, മനസ്സിലായല്ലോ. ആദ്യം കോക്കിലെ കാർബൺ ഓക്സിജനുമായി കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. പിന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കാർബണുമായിട്ട് കൂടിച്ചേർന്ന്, കോക്കിലെ കാർബണുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, നിരോക്സീകാരിയാണ്. അത് സാന്ദ്രീകരിച്ച ഇരുമ്പിന്റെ അയിരിനെ റെഡ്യൂസ് ചെയ്യും, നിരോക്സീകരിക്കും. അങ്ങനെ നമുക്ക് ഇരുമ്പിനെ ലഭിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഇരുമ്പിന്റെ കൂടെ തന്നെ കുറച്ച് മണലിനെ പോലത്തെ അസിഡിക് സ്വഭാവമുള്ള ഗ്യാങ്ങുകൾ കൂടെ വന്നിട്ടുണ്ടാവും കേട്ടോ. മണലിനെ നമ്മൾ SiO2 എന്നാണ് കെമിസ്ട്രിക്കാർ വിളിക്കുക, സിലിക്കൺ ഡൈ ഓക്സൈഡ്. നമ്മൾ മുകളിൽ ഓറിന്റെ കൂടെയും കോക്കിന്റെ കൂടെയൊക്കെ ഇട്ട് കൊടുത്ത കാൽഷ്യം കാർബണേറ്റ് ഇല്ലേ, CaCO3, ഇത് നല്ലതായിട്ട് ചൂടാവുന്ന സമയത്ത് കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കാൽഷ്യം ഓക്സൈഡ് ബ്ലാസ്റ്റ് ഫർണസിൽ ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. എന്തായിട്ട് ആക്ട് ചെയ്യും? ഫ്ലക്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഫ്ലക്സ് എന്താ ചെയ്യുക? ഗ്യാങ്ങിന്റെ കൂടെ കൂടിച്ചേർന്നിട്ട് സ്ലാഗ് ആയിട്ട് മാറും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഫ്ലക്സ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ഗ്യാങ് ആയിട്ടുള്ള സിലിക്കൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? സ്ലാഗ് കിട്ടും. CaSiO3 എന്നായിരിക്കും സ്ലാഗിന്റെ പേര്. ഇതിനെ നമുക്ക് ലഭിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി നമ്മളിതാ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നു. ഇതോട് കൂടിയിട്ട് ഇങ്ങനെ നടക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ശുദ്ധമായിട്ടുള്ള ഇരുമ്പിനെ കിട്ടും. ആ ഇരുമ്പിനെയാണ് നമ്മൾ പിന്നീട് പല രൂപങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നത്. A question: which compound acts as reducing agent in blast furnace? ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത്? നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ആദ്യമേ പറഞ്ഞു അവൻ കാർബൺ മോണോക്സൈഡ് ആവുന്നു. ആരാണവൻ? കാർബൺ മോണോക്സൈഡ് ആണവൻ എന്ന് മനസ്സിലാക്കിയ നമ്മൾ ബി ക്വസ്റ്റ്യനിലേക്ക്. കംപ്ലീറ്റ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. ചുവടെ നൽകിയിരിക്കുന്ന സമവാക്യങ്ങൾ പൂർത്തീകരിക്കുക. CaO+ താപം gives heat. A plus CO2. ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് എഴുതി തന്നു. യെസ്, ഞാൻ എഴുതി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ A plus SiO2 gives B. നമുക്ക് ആദ്യമേ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്കറിയാം CaO ആയിരിക്കും A എന്ന് പറയുന്നത്, കാൽഷ്യം ഓക്സൈഡ് ആയിരിക്കും A എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയ നമ്മൾ B എന്താണ്? കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂടിച്ചേർന്ന് CaSiO3 ഉണ്ടായിരിക്കുന്നു. അപ്പോൾ B എന്തായിരിക്കും? CaSiO3 ആയിരിക്കും എന്ന് പറയുമ്പോൾ AB ക്വസ്റ്റ്യൻസ് ഖതം. C ക്വസ്റ്റ്യനിലേക്ക്. വാട്ട് ഈസ് ഫംഗ്ഷൻ ഓഫ് A ഇൻ ദിസ് റിയാക്ഷൻ?
ഇവിടെ എയുടെ ധർമ്മം എന്ത്? നമ്മളെല്ലാവരും പറഞ്ഞു ഫ്ലെക്സ് ആയിട്ട് ആക്ട് ചെയ്യും, ഫ്ലെക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് എയുടെ ധർമ്മം എന്നറിയുന്നതോട് കൂടിയിട്ട് 17ാമത്തെ ചോദ്യം. The atoms of elements A and B each have 3 shells. Element A belongs to group 13 and element B belongs to group 16. എ ബി എന്നീ മൂലകങ്ങളുടെ ആറ്റങ്ങളിൽ 3 ഷെല്ലുകൾ വീതമുണ്ട്. മൂലകം എ ഗ്രൂപ്പ് 13ലും മൂലകം ബി ഗ്രൂപ്പ് 16ലും ഉൾപ്പെടുന്നു. ക്വസ്റ്റ്യൻ തന്ന ഡാറ്റാസ് എടുത്തെഴുതാം. എ ഗ്രൂപ്പ് 13, ബി ഗ്രൂപ്പ് 16. ഇവ രണ്ടിനും ഉള്ള ഷെല്ലുകളുടെ എണ്ണം 3. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷെല്ലുകളുടെ എണ്ണത്തിനെ തന്നെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? പീരിയഡ് എന്ന് വിളിക്കുന്നത് എന്ന് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. അങ്ങനെ നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്കറിയാം എയും ബിയുടെയും ഷെല്ല് എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് പീരിയഡും 3 തന്നെയാണ് എന്ന് നമ്മൾ പറയും. നമ്മൾ 9ാം ക്ലാസ് പഠിച്ച കുട്ടികളാ എന്നുള്ളത് കൊണ്ട്. ഇന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു, പീരിയോഡിക് ടേബിളിൽ എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, എഫ് ബ്ലോക്കും ഉണ്ട്. അതിലെ പീരിയോഡിക് ടേബിളിലെ 18 ഗ്രൂപ്പുകളെ വേർതിരിച്ചു വച്ചേക്കുന്നതാണ് ഈ എസ്, പി, എ, ഡി, എഫ് എന്ന് പറയുന്നത്. അതിലൊരു 10ാം ക്ലാസ് കുട്ടിക്ക് എസ്, പി, ഡി മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. എഫിനെ തൽക്കാലം നമ്മൾ ഇവിടെ പഠിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1, 2 മൂലകങ്ങളാ അല്ലേ? ആണ്. ഇനി പി ബ്ലോക്ക് എന്ന് പറയുന്നത് 13 മുതൽ 18 വരെ ഗ്രൂപ്പ് മൂലകങ്ങളാ, ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഡി ബ്ലോക്ക് എന്ന് പറയുന്നതോ 3 മുതൽ 12 വരെ ഗ്രൂപ്പ് എലമെന്റ്സും ആണ് എന്ന് നമ്മൾ എല്ലാവരും 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ആറ്റത്തിന്റെ പീരിയഡും ഗ്രൂപ്പും കാണുന്നതിനെ കുറിച്ച് നമുക്കറിയാം. പീരിയഡ് കാണുന്നത് എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഇനി ഗ്രൂപ്പുകൾ കാണുന്നതിനെ കുറിച്ച് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അവസാനത്തെ സബ് ഷെല്ല് ഏതാ നോക്കുക. ആ സബ് ഷെല്ല് എസ് ആണെങ്കിൽ അത് എസ് ബ്ലോക്ക് ആണ്, പി ആണെങ്കിൽ പി ബ്ലോക്ക് ആണ്, ഡി ആണെങ്കിൽ അത് ഡി ബ്ലോക്കും ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതിൽ നിന്ന് ഗ്രൂപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാന്നറിയോ? എസ് സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കുക. 1 ഇലക്ട്രോൺ ആണെങ്കിൽ അവൻ 1ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും. 2 ഇലക്ട്രോൺ ആണെങ്കിൽ അവൻ 2ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുക. ഇനി പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അവസാനത്തെ പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് പറയുക, നോക്കുക. അപ്പോൾ അതിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അതിൽ 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം. അതിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അതിലേക്ക് 12 കൂട്ടിയാൽ ലഭിക്കുന്ന മൂല്യമായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഇനി ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് കണ്ടെത്താനാണെങ്കിൽ അവസാനത്തെ എസ് സബ് ഷെൽ ഉണ്ടാവുമല്ലോ, nth എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തമ്മിൽ കൂട്ടിയാൽ ലഭിക്കുന്നതായിരിക്കും ഡി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എ ബി സി ചോദ്യങ്ങൾ പരിശോധിക്കാൻ പോകുന്നു. എ ചോദ്യം പരിശോധിക്കാം. റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ. എ എന്ന മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്. എയുടെ പീരിയഡ് എന്ന് പറയുന്നത് 3 ആണ്, ഗ്രൂപ്പ് എന്ന് പറയുന്നത് 13 ആണ്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പ് 13 മുതൽ 18 വരെ വരുന്നവർ എപ്പോഴും ഏത് ബ്ലോക്കാ? പി ബ്ലോക്ക് എലമെന്റ്സാ. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കാണുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അവസാനത്തെ ഇലക്ട്രോണിനോട് 12 കൂട്ടിയാൽ മതി എന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്നും നമ്മൾ ഇതാ കണ്ടുപിടിക്കാൻ പോവുകയാണ് എ എന്ന് പറയുന്ന എലമെന്റിന്റെ അവസാനത്തെ പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടെത്താം.
അതിന് മുൻപായിട്ട് നമുക്ക് ഇവൻ 3 സബ് ഷെല്ല് ഉണ്ട് എന്നല്ലേ പറഞ്ഞത്, സോറി 3 ഷെല്ലുകളുണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ് സ്പൈറൽ എഴുതുക എന്ന് പറയുന്നത്. സ്പൈറൽ എല്ലാവർക്കും എഴുതാൻ അറിയുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവരിതാ ഇങ്ങോട്ട് നോക്കുക. 1s 2s 2p 3s 3p 3d 4s 4p 4d 4f എന്നിങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ ചെരിച്ച് വര വരയ്ക്കുക. ഈ ചെരിച്ച് വര വരയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആരോ കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് സബ് ഷെല്ലിൻ്റെ ഊർജം കൂടി വരുന്ന രൂപം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവൻ്റെ അവസാനത്തെ ഷെല്ല് എന്ന് പറയുന്നത് പി ആയിരിക്കും. കൂടാതെ ഇവൻ്റെ ഷെല്ല് എന്ന് പറയുന്നത് 3 എന്നുള്ളത് കൊണ്ട് 3p ആയിരിക്കും അവസാനത്തെ സബ് ഷെല്ല് എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നമ്മൾ 3p വരെയുള്ളവനെ ഓർഡറിൽ എഴുതാൻ പോവുകയാണ്. ആദ്യത്തേത് 1s, പിന്നെ 2s 2p 3s 3p എന്നിങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. അവസാനത്തെ പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അഗാധമായിട്ടുള്ള നോളേജിനെ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പി ബ്ലോക്കിലെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടോ അതിലേക്ക് 12 കൂട്ടിക്കൊടുക്കാറാണ് പതിവ്. അങ്ങനെയെങ്കിൽ എക്സ് പ്ലസ് 12 ഗ്രൂപ്പ് നമ്പർ ലഭിക്കും. ഇവിടെ എത്ര ഗ്രൂപ്പ് നമ്പർ കിട്ടിയത്? 13 ലഭിച്ചത് എന്നുള്ളത് കൊണ്ട് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 13 മൈനസ് 12 സമം 1 ആയിരിക്കും. അതായത് അവസാനത്തെ 3pയിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടായിരിക്കുകയുള്ളൂ. 3pയിൽ ഒരു ഇലക്ട്രോണേ ഉണ്ടായിരിക്കുകയുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ എനർജി കൂടി വരുന്നതിനനുസരിച്ച് ഓരോ സബ്ഷെല്ലിലും ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സബ്ഷെല്ലിൽ ഇലക്ട്രോൺ നിറയുകയുള്ളൂ എന്ന് പഠിച്ച് നമുക്കറിയാം. ബാക്കി എല്ലാത്തിലും ഫുൾഫിൽഡ് ആയിട്ടും ഇലക്ട്രോൺ ഉണ്ടായിരിക്കുക. എസിൽ 2 ഇലക്ട്രോണുകൾ കൊള്ളും, പിയിൽ 6 ഇലക്ട്രോണുകൾ കൊള്ളും, ഡിയിൽ 10 ഇലക്ട്രോണുകൾ കൊള്ളും, എഫിൽ 14 ഇലക്ട്രോണുകൾ കൊള്ളും എന്ന് അറിയുന്ന നമ്മൾ എയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. 1s2 2s2 2p6 3s2 എന്ന് എഴുതും. ഇതിൽ നിന്നും നമുക്ക് അറ്റോമിക് നമ്പർ കണ്ടെത്താൻ കഴിയില്ലേ? അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കൽ സിമ്പിൾ അല്ലേ? എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. 2 + 2 4 10 12 13. അറ്റോമിക് നമ്പർ എത്രയായിരിക്കും ഈ എലമെന്റിൻ്റെത്? 13 ആയിരിക്കും എന്ന് നിങ്ങൾ അറിയുക. എന്നാൽ നമുക്ക് ബിയുടേത് കൂടെ എഴുതി നോക്കാം. ബിയെ കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പീരിയഡ് എന്ന് പറയുന്നത് 3 തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 16 എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനത്തെ ഷെല്ലിൽ നിന്നും എത്ര ഇലക്ട്രോണുകൾ കൂട്ടണം എന്നാണ് പി ബ്ലോക്കിന്റെ കാര്യത്തിൽ പറഞ്ഞത്? 12 ഇലക്ട്രോണുകൾ കൂട്ടണം. അതായത് എക്സ് പ്ലസ് 12 സമം 16. എക്സ് സമം 16 മൈനസ് 12 സമം എത്ര കിട്ടും? 4 എന്ന് ലഭിക്കും. അവസാനത്തെ സബ്ഷെൽ ആയിട്ടുള്ള 3pയിൽ എത്ര ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക? 4 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സ്പൈറലിൽ നമ്മൾ ഓർഡർ ആയിട്ട് എഴുതും. പി വരെ 1s 2s 2p 3s 3p എന്ന് എഴുതും. എന്നിട്ട് 3pയിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും? 4 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുമ്പോൾ എപ്പോഴും ഫുൾഫിൽ ആയതിനു ശേഷം മാത്രമേ നിറയ്ക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ 1s2 2s2 2p6 3s2 3p4 എന്നായിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് നമ്മൾ പറയും. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ അത് ചോദ്യം ചോദിച്ചിട്ടില്ല, എയുടെ മാത്രം ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ബി നോക്കാൻ പോവാണ്. വിച്ച് ബ്ലോക്ക് ഡു ദോസ് എലമെന്റ്സ് ബിലോങ്സ് ടു? നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രൂപ്പ് 13 മുതൽ 18 വരെയുള്ളവർ പി ബ്ലോക്ക് ആണ്. അതുകൊണ്ട് നമ്മൾ പറയും അവന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് എന്ന് പറയുന്നത് പി ബ്ലോക്ക് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇനി സി ആയിട്ട് പറയുന്നു. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്? മൂലകം എയുടെ ക്ലോറൈഡ് സംയുക്തത്തിന്റെ എയുടെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? അതായത് എയുടെ ഓക്സീകരണാവസ്ഥ ക്ലോറൈഡ് ഉണ്ടാവുമ്പോൾ എത്രയാ എന്നല്ലേ ചോദിച്ചത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വാലൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. വാലൻസി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നോക്കുക. ഈ മൂന്നാമത്തെ ഷെല്ലിലുള്ള സബ് ഷെല്ലുകളാണ് 3pയും 3s എന്ന് പറയുന്നത്. ഈ 3sലും 3pയിലും എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. എയിലാണെങ്കിൽ 3sൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 2 ഇലക്ട്രോൺ ആണുള്ളത്. ഇനി 3pയിലാണെങ്കിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. സമം 3. അവസാനത്തെ ഷെല്ലിൽ തേർഡ് ഷെല്ലിലുള്ളത് 3 ഇലക്ട്രോണുകളാണ്. നമുക്കറിയാം അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയാൽ സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എയുടെ വാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നറിയാം? 3 ആയിരിക്കും എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ
എപ്പോഴും കോമ്പൗണ്ടിനെ എഴുതുന്ന സമയത്ത് ഇവരുടെ രണ്ട് പേരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക വാലൻസി നമ്മൾ മുകളിൽ എഴുതി വെക്കാറുണ്ട് ഇല്ലേ? നമുക്കറിയാം എയുടെ വാലൻസി എന്ന് പറയുന്നത് 3 ക്ലോറിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 1. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ഇടും. A1Cl3 എന്നായിരിക്കും, അല്ലെങ്കിൽ ACl3 എന്നായിരിക്കും ഇവൻ്റെ ക്ലോറൈഡ് കോമ്പൗണ്ടിനെ പറയുന്നത്. ഇതിൽ നിന്നും നമുക്ക് അവൻ്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിച്ചൂടെ? ഒരു ക്ലോറിൻ്റേത് -1 ആണെന്നുണ്ടെങ്കിൽ 3 ക്ലോറിൻ്റേത് -1 × 3 = -3 അതുകൊണ്ട് തന്നെ എയുടെ ഓക്സീകരണാവസ്ഥ എത്രയായിരിക്കും എന്ന് മനസ്സിലാക്കാം നമുക്ക്. +3 ആയിരിക്കും എന്ന് നമ്മൾ അറിയുമ്പോൾ 17ാമത്തെ ചോദ്യം ഡൺ. 18ാമത്തെ ചോദ്യത്തിലേക്ക്. 18ാമത്തെ ചോദ്യത്തിന് A-B ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് ആദ്യം A ക്വസ്റ്റ്യൻ പരിശോധിക്കാം. അതിൽ A പറയുന്നു 1 molecule of an organic compound contains 4 carbon atoms, 10 hydrogen atoms and 1 oxygen atom. The functional group of this compound is hydroxyl group. ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഒരു തന്മാത്രയിൽ 4 കാർബൺ ആറ്റങ്ങളും 10 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിച്ചിരുന്നത് ഏതിനെയാണ് എന്ന് നമുക്കറിയാമോ? ആൽക്കഹോൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിച്ചിരുന്നത്. CHO ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചിരുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നായിരുന്നു. CO ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചിരുന്നത് കീറ്റോ ഗ്രൂപ്പ് എന്നായിരുന്നു. COOHനെ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ OH ഗ്രൂപ്പാണ് നമ്മുടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നറിയുന്നതോടുകൂടി നമ്മൾ പറയും 4 കാർബൺ ആറ്റം ഉള്ളവരായിരിക്കും ഇവൻ. കൂടാതെ 10 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവുമാണുള്ളത് എന്നുള്ളത് കൊണ്ട് ഇവന്റെ മോളിക്കുലാർ ഫോർമുലയെ നമ്മൾ എഴുതും C4H10O എന്നായിരിക്കും ഇവന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്ന് നമ്മൾ അറിയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പരിശോധിക്കും. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഞാനിതാ ഈ പേജിൽ തന്നെയായിട്ട് എഴുതാൻ പോകുന്നത്. എയുടെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതും. ആദ്യം 4 കാർബൺ ആറ്റങ്ങളെ വരച്ചു വെക്കും. അതിൽ ഒരു OH ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ദാ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് OH ഗ്രൂപ്പിനെ കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് നമ്മൾ ബാലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിട്ട് കൊടുക്കണം? ഹൈഡ്രജനുകളെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണം. CH3 CH2 CH2 CH2. ഇപ്പൊ നമ്മൾ എണ്ണി നോക്കാൻ പോവാ. C 4 എണ്ണം, ഓക്കെ. O ഒരെണ്ണം. H എത്ര എണ്ണം നോക്കാം? 3ഉം 2ഉം 5, 5ഉം 2ഉം 7, 7ഉം 2ഉം 9, 9ഉം 1ഉം 10. സെയിം, ശരിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ഒരു സ്ട്രക്ചറൽ ഫോർമുല ആയിട്ട് ഇങ്ങനെ വരയ്ക്കാം. അല്ല, ഇനി ഈ OH ഗ്രൂപ്പിനെ ഞാൻ രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നോക്കിയാലോ? CH3 CH2 CHOH CH3. ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കോമ്പൗണ്ടിന്റെ ഫോർമുല ഒന്ന് നോക്കിയാലോ. C 4 എണ്ണം ഉണ്ട്. H എത്ര എണ്ണം ഉണ്ട് നോക്കാം. 3ഉം 2ഉം 5, 5ഉം 1ഉം 6, 6ഉം 3ഉം 9, 9ഉം 1ഉം 10. 10 ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ. സെയിം ആണ്. ഇതിൽ 2 എണ്ണം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. B ക്വസ്റ്റ്യനിലേക്ക്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് അനദർ ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതേ തന്മാത്രാ സൂത്രവും ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യാസമുള്ളതുമായ മറ്റൊരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൽക്കഹോൾ ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു ഈഥർ ഗ്രൂപ്പും തമ്മിൽ എന്ത് കാണിക്കും? ഫങ്ഷണൽ ഐസോമെറിസം കാണിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ കഴിയുന്ന ഒന്നായിരിക്കും എന്ത് എന്ന് പറയുന്നത്? ഒരു ഈഥർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബിയുടെ ആൻസർ ഞാൻ അടുത്ത ഒരു പേജിലായിട്ടാണ് എഴുതാൻ പോകുന്നത്. നമുക്കറിയാം കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്ന തന്മാത്രാ സൂത്രം C4H10O എന്നാണ്. ഈഥർ ഗ്രൂപ്പുകൾക്ക് O ആയിരിക്കും ഉണ്ടായിരിക്കുക. സൈഡിൽ 2 സൈഡിലെയും കാർബണുകളുടെ വ്യത്യാസം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് 2 സൈഡിലും 2 വീതം കാർബൺ ആറ്റങ്ങളുള്ള കോമ്പൗണ്ടിനെയാണ്. ഇതോടുകൂടി എനിക്ക് കിട്ടുന്നത് CCOCC എന്നായിരിക്കും. ബാക്കിയുള്ളവർക്ക് നമ്മൾ ഹൈഡ്രജൻ ആറ്റങ്ങളെ ഇട്ട് കൊടുത്ത് വാലൻസി ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ അതിനെ ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? ഈഥോക്സി ഈഥൈൻ എന്നായിരിക്കും ഇവന്റെ പേര്. ഇനി ഇങ്ങനെയല്ല എങ്കിൽ ഒരു സൈഡിൽ 1 കാർബൺ ആറ്റവും മറ്റൊരു സൈഡിൽ 3 കാർബൺ ആറ്റവും ഉള്ളതും കൂടെ വരച്ചൂടെ? ഓർ CH3O CH2
CH2 CH3 എന്നുള്ളതും വരയ്ക്കാം. ഇവന്റെ പേരെന്തായിരിക്കും? ഈതറുകൾക്ക് പേരിടുന്ന സമയത്ത് നമുക്കറിയാം ചെറുതോക്സി വലുതൈൻ എന്നാണ് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവന്റെ പേരെന്തായിരിക്കും? മീതോക്സി പ്രൊപ്പൈൻ എന്നായിരിക്കും പേര്. ഇവരുടെ രണ്ടെണ്ണത്തിന്റെയും മോളിക്കുലാർ ഫോർമുല നോക്കിയാലോ? C 4 എണ്ണം. ഓക്കെ, സെറ്റ്. H എത്ര എണ്ണം? 3 2 5, 5 2 7, 7 3 10. ഓക്കെ, ശരിയാണ്. C4 H 10. ഓ, സെറ്റ്, ശരിയാണ്. ഇനി അടുത്ത നോക്കുമ്പോ C 4 എണ്ണം. ഓക്കെ, H 3 5 7 10. ഓക്കെ, സെറ്റ്. O 1 സെറ്റ്. ഇത് രണ്ടെണ്ണം വരച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് C ക്വസ്റ്റ്യനിലേക്ക് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദിസ് മോളിക്കുലാർ ഫോർമുല. സ്ട്രക്ചറൽ ഐസോമേഴ്സ്, സോറി, പൊസിഷൻ ഐസോമേഴ്സ് നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പൊസിഷൻ ഐസോമേഴ്സ് ഞാൻ ആദ്യം തന്നെ A ക്വസ്റ്റ്യനിൽ വരച്ചു തന്നില്ലേ? A ക്വസ്റ്റ്യനിൽ വരുന്നത് തന്നെയാണ്. സിയുടെ ആൻസർ ആയിട്ട് രണ്ടെണ്ണവും വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും 1 മാർക്ക് കൂടെ. സിമ്പിൾ ആയിട്ട് മാർക്ക് കിട്ടിയില്ലേ? എന്തോരം എളുപ്പമല്ലേ? ഇനി D ക്വസ്റ്റ്യൻ നോക്കിയാലോ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഐസോമർ വിത്ത് same molecular formulae but different alkyl group in both side of functional group. ഇതേ തന്മാത്രാവാക്യമുള്ളതും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ ഇരുവശങ്ങളിലും വ്യത്യസ്ത ആൽക്കൈൽ ഗ്രൂപ്പുകളും ഉള്ളതുമായ ഐസോമറുകളുടെ ഘടനാവാക്യം എഴുതുക. നമ്മൾ ആദ്യമേ ഈഥറുകളെ രണ്ടെണ്ണത്തിന് വരച്ചു വെച്ചു. ഡിയുടെ ആൻസർ നമ്മൾ ആദ്യമേ വരച്ചു വെച്ചിരുന്നു. ഇവൻ തന്നെയാണ്. ഇവരെ നമ്മൾ വേറൊരു ഐസോമറിസം എന്ന് വിളിക്കാറുണ്ട്. എന്തായിരുന്നു അത്? മെറ്റാമറിസം എന്നായിരുന്നു അതിന്റെ പേര്. കാരണം എന്താ? ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ രണ്ട് വശങ്ങളിലുള്ള കാർബൺ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിലെ വ്യത്യാസം കാരണം കാണിക്കുന്ന ഐസോമറിസത്തെ നമ്മൾ മെറ്റാമറിസം എന്നായിരുന്നു വിളിച്ചിരുന്നത്. എയുടെ ആൻസർ എന്ന് പറയുന്നത് തന്നെയാണ് സിയുടെ ആൻസർ. അതുപോലെ ബിയുടെ ആൻസർ എന്ന് പറയുന്നതാണ് ഡിയുടെ ആൻസർ എന്ന് നമ്മൾ അറിയുമ്പോൾ 18ലെ ബി ക്വസ്റ്റ്യനിലേക്ക് 18ലെ ബി ക്വസ്റ്റ്യൻ ദ IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഈസ് പെന്റ്-1-ഐൻ. ഒരു സംയുക്തത്തിന്റെ IUPAC നാമം പെന്റ്-1-ഐൻ എന്നാണ്. പെന്റ്-1-ഐൻ, പെന്റ് എന്ന് വെച്ച 5 എന്നാണ് അർത്ഥം. ഒന്നാമത്തെ പൊസിഷനിൽ ഐൻ ആണുള്ളത്. എയിൻ ആണെങ്കിൽ സിംഗിൾ ബോണ്ട്, ഈൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട്, ഐൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? 5 കാർബണുകളുള്ള കോമ്പൗണ്ടാ ഇവൻ. 3 4 5 കാർബൺ ഉള്ള കോമ്പൗണ്ട്. ഒന്നാമത്തെ പൊസിഷനിൽ ത്രിബന്ധനം ഉണ്ട്. ആരുണ്ട്? ത്രിബന്ധനം ഉണ്ട് എന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ടിനെ വരച്ചു വെക്കും. ബാക്കിയുള്ളവയ്ക്ക് ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് അറിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് ഇതായിരിക്കും. CH ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 CH3 എന്നായിരിക്കും ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മൾ A ക്വസ്റ്റ്യൻ പരിശോധിക്കും. What is name of the homologous series to which it belongs to? ഇവ ഉൾപ്പെടുന്ന ഹോമലോഗസ് സീരീസിന്റെ പേര് എന്താണ്? നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഹോമലോഗസ് സീരീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു മോളിക്കുലാർ ഫോർമുല തന്മാത്രാ സൂത്രം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹോമലോഗസ് സീരീസ് എന്ന് വിളിക്കുന്നത്. അതിൽ കാർബൺ എണ്ണങ്ങളിലും ഹൈഡ്രജൻ എണ്ണത്തിലും മാത്രമേ മാറ്റം ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട് ആൽക്കൈന്, ആൽക്കീന്, ആൽക്കൈന്. ഇവ ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരാ. ആൽക്കൈനുകളാണ് നമുക്ക് ത്രിബന്ധനം ട്രിപ്പിൾ ബോണ്ട് ഉള്ളവരുണ്ടായിരിക്കുക. അപ്പൊ ഈ ഹോമലോഗസ് സീരീസിന്റെ പേരെന്തായിരിക്കും? ആൽക്കൈൻ എന്നായിരിക്കും. എന്തായിരിക്കും പേര്? ആൽക്കൈൻ എന്നായിരിക്കും എന്ന് നിങ്ങൾ അറിയുമ്പോൾ ബി ക്വസ്റ്റ്യൻ. റൈറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ ഘടനാവാക്യം എഴുതുക. ഞാനിതാ ആദ്യമേ എഴുതി വെച്ചിരിക്കുന്നു. ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആട്ടോ ഇത്. ഇനി സി ക്വസ്റ്റ്യൻ പരിശോധിക്കാം. സി ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ് വിത്ത് ദിസ് മോളിക്കുലാർ ഫോർമുല. ഈ തന്മാത്രാവാക്യമുള്ള ഒരു ജോഡി പൊസിഷൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. നമുക്ക് ഇതിന്റെ തന്മാത്രാ സൂത്രം ഒന്ന് എഴുതി നോക്കിയാലോ? തന്മാത്രാ സൂത്രം എഴുതാൻ വേണ്ടിയിട്ട് സി എത്ര എണ്ണമുണ്ട്? 5 എണ്ണമുണ്ട്. എച്ച് എത്ര ഉണ്ട്? 1 3 5 5 3 8 എന്നാണ് നമ്മുടെ എന്ത് വരുന്നതടാ? തന്മാത്രാ സൂത്രം മോളിക്കുലാർ ഫോർമുല വരുന്നത് എന്ന് നമുക്ക് അറിയാം അല്ലേ? ഇതേ
മോളിക്കുലാർ ഫോർമുല തന്മാത്രാ സൂത്രം വരുന്ന ഒരു കോമ്പൗണ്ട് വരയ്ക്കാനല്ലേ പറഞ്ഞത്, അതും പൊസിഷൻ ഐസോമറിസം കാണിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വരച്ചൂടെ? പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ കാരണം ഉണ്ടാവുന്നതല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ടാ. ഈ ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ പൊസിഷനിലേക്ക് വരച്ചെടുത്തൂടെ? അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടും സി സി. ഞാൻ 5 കാർബണുകളെ എഴുതി വെക്കാൻ പോവാണേ. 2 പ്രാവശ്യം എഴുതുന്നുണ്ട്, കാരണം എനിക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. രണ്ടാമത്തേന് ശേഷം എഴുതാം, വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തേന് ശേഷം എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? 2 സൈഡിൽ നിന്നും നമ്മൾ നമ്പർ ഇട്ട് നോക്കണം. അപ്പൊ എനിക്ക് രണ്ടാമതായിട്ടൊന്നും വരയ്ക്കാൻ കഴിയില്ലല്ലോ, ആകെ ഒരൊറ്റ എണ്ണ വരയ്ക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഞാനിതാ രണ്ടാമത്തെ കാർബണിന് ശേഷം ട്രിപ്പിൾ ബോണ്ട് വരയ്ക്കാൻ പോവുകയാണ്. ഇതാ ട്രിപ്പിൾ ബോണ്ട് വരച്ചു വെച്ചു. ബാക്കിയുള്ളവർക്കൊക്കെ സിംഗിൾ ബോണ്ട് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈഡ്രജൻ ഇട്ട് ഫില്ല് ചെയ്യുന്നത് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ ഞാൻ എഴുതി വെച്ചതുപോലെ എഴുതി വെച്ചാൽ മതി. കാരണം കാർബണിന്റെ ബാലൻസി 4 അപ്പോൾ 4 ബന്ധനങ്ങൾ ഉണ്ടായിരിക്കണം. 4 ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാറാണ് പതിവ്. അപ്പോൾ സിയുടെ ആൻസർ നമ്മൾ ചെയ്തിരിക്കുന്നു. ഡി ക്വസ്റ്റ്യനിലേക്ക് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ചെയിൻ ഐസോമേഴ്സ് ഓഫ് ആൻ ആൽക്കെയിൻ containing 5 carbon atoms with 1 branch and with 2 branches. 5 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഒരു ആൽക്കൈന്റെ ഒരു ശാഖയുള്ളതും 2 ശാഖകൾ ഉള്ളതുമായ ചെയിൻ ഐസോമറുകളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. നമ്മളോട് പറഞ്ഞത് 5 കാർബണുകളുള്ള ആൽക്കൈനുകൾ എന്നാണ്. ആൽക്കൈന്റെ ഒരു സൂത്രം നമ്മൾ പഠിച്ചില്ലായിരുന്നു, ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. CnH2n+2 എന്നായിരുന്നു അത്. ഇത് നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. Na എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ C5, H 2 × 5 10 +2 12, C5H12 എന്ന മോളിക്കുലാർ ഫോർമുലയുള്ള തന്മാത്രാ സൂത്രമുള്ള ഒരു കോമ്പൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞത്. അതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രാഞ്ച് ഉള്ളത്, ഒരു ശാഖ ഉള്ളത് വരയ്ക്കണം, 2 ശാഖ ഉള്ളത് വരയ്ക്കണം. അപ്പോൾ ഒരു ശാഖ ഉള്ളത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ലോങ് ചെയിനിൽ എത്ര കാർബൺ ആയിരിക്കും വേണ്ടി വരിക? 5ൽ നിന്ന് 1 പോയാൽ മതി. 4 കാർബൺ ഉള്ളവരെ ആയിരിക്കണം ഞാൻ വരയ്ക്കേണ്ടത്. അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് ഉണ്ടായിരിക്കണം. അപ്പോൾ ബ്രാഞ്ച് ആയിട്ട് ഞാൻ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു ബ്രാഞ്ച് വരച്ചു കൊടുക്കും. പിന്നെ ബാക്കിയുള്ളവർക്ക് നമ്മൾ ഹൈഡ്രജൻ വെച്ച് വാലൻസി ഫില്ല് ചെയ്ത് കൊടുക്കണം. ആൽക്കൈൻ ആണ് എന്നുള്ളത് കൊണ്ട് ഇവർക്ക് കംപ്ലീറ്റ്ലി എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് നമ്മൾ അറിയും. ഇനി കാർബണിന്റെ എണ്ണം എണ്ണിക്കോളൂ. 5 കാർബൺ തന്നെയാണ്. ഹൈഡ്രജന്റെ എണ്ണം 3, 5, 6, 6ഉം 3ഉം 9, 9, 3ഉം 12. ശരിയാണ്, ദാ വരച്ചിരിക്കുന്നു നമ്മൾ. ഇനി 2 ചെയിനുള്ള 2 ശാഖയുള്ളത് വരയ്ക്കണ്ടേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോങ് ചെയിനിൽ എത്ര കാർബൺ ഉണ്ടായിരിക്കണം? 5ൽ നിന്നും 2 പോയാൽ 3 കാർബണുകളുള്ള ലോങ് ചെയിൻ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഞാൻ കുറച്ച് വിട്ട് വരച്ചുതരാം കേട്ടോ. 3 എണ്ണം ഉള്ളത് വരയ്ക്കുക. ഇനി 2 കാർബണുകൾ ചെയിൻ ആയിട്ട് വരണം. അപ്പൊ സെൻട്രലിലാണ് ഞാൻ 2 കാർബണുകളെ വരച്ചു കൊടുക്കേണ്ടത്. ഇനി ഇവരുടെ ബോണ്ടുകളെ വരച്ചു കൊടുത്തതിന് ശേഷം ഹൈഡ്രജൻ ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ? ഇവന് H3 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 സെൻട്രലിലെ കാർബണിന് ഒരു ഹൈഡ്രജൻ പോലും ഇട്ട് കൊടുക്കേണ്ട. കാരണം എന്താണ്? കാർബണിന്റെ വാലൻസി 4 ആണ്. 4 സൈഡിൽ 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇതായിരിക്കും ആ കോമ്പൗണ്ട് എന്ന് നിങ്ങൾ അറിയുമ്പോൾ ദാ ഈ കോമ്പൗണ്ടുകൾക്ക് പേരും കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം ഒരു ബ്രാഞ്ച് ഉള്ള ഒരു ശാഖ ഉള്ള അതിന്റെ പേരെന്തായിരിക്കും? ബ്യൂട്ടാണ്. രണ്ടാമത്തെ പൊസിഷനിൽ എന്ത് ഗ്രൂപ്പാണ് ഉള്ളത്? മീഥൈൽ ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ പേരെന്തായിരിക്കും? 2-methyl butane. എന്തായിരിക്കും? 2-methyl butane എന്നായിരിക്കും പേര്. എന്നറിയുമ്പോൾ 2 ബ്രാഞ്ച് ഉള്ളതിന്റെ പേരെന്തായിരിക്കും? 3 കാർബണാണ് ലോങ് ചെയിനിലുള്ളത്, അതുകൊണ്ട് ഇതിന്റെ പേര് പ്രൊപ്പ്. രണ്ടാമത്തെ പൊസിഷനിലാണ് 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും എന്റെ പേര്? 1,1-dimethyl propane എന്നായിരിക്കും എന്ന് നമ്മൾ അറിയുമ്പോൾ ഇതാ നമ്മൾ 18 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതാ 18 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എത്ര പേര് 18 ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു എന്ന് എനിക്കറിയില്ല. ഇവിടെ വരെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടവരെല്ലാവരും നിർബന്ധമായിട്ടും ഒരു ഫയർ ഇമോജി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അടുത്ത ഞായറാഴ്ച സെറ്റ് ബിയുടെ ആൻസർ കീ ഡിസ്കഷനുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപയോഗപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ ഷെയർ ചെയ്യേണ്ടതുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.